ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്ത്യ ജീവിതത്തെ കുറിച്ച് ക്ലാസ് ഒരുപാട് എടുത്തെങ്കിലും ഞാൻ ഈ കൗമാരപ്രായക്കാരുടെ ക്രിസ്ത്യ ജീവിതത്തെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. അവരുടെ ക്രിസ്ത്യ ജീവിതത്തെ കുറിച്ച് കുറച്ചൊക്കെ പറയാമെന്ന് വിചാരിക്കുക ഇന്നും ദൈവം അനുവദിച്ച അടുത്ത ആഴ്ചകളിലും. കാരണം നമ്മുടെ ഇടയിൽ ദൈവം നമുക്ക് കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട്. അവരൊക്കെ കോളേജുകളിലൊക്കെ പോവുകയാണ്. അങ്ങനെയൊക്കെ പോകുമ്പോൾ അവരുടെ ക്രിസ്ത്യ ജീവിതം നേരെ ചൊവ്വേ പോകണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ അവർക്ക് പ്രയോജനകരമായ ചില കാര്യങ്ങൾ പറയാമെന്ന് ആഗ്രഹിക്കുകയാണ്. പ്രാരംഭമായിട്ട് ഞാൻ സദൃശവാക്യങ്ങൾ 4-ാമത്തെ അധ്യായത്തിൽ നിന്ന് 2 വാക്യങ്ങൾ വായിക്കിട്ട്. സദൃശവാക്യങ്ങൾ 4-ാമത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ മക്കളെ എന്ന് പറഞ്ഞാണ്. 3-ാം അധ്യായം തുടങ്ങുന്ന മകനെ എന്ന് പറഞ്ഞാണ്. ഇതെല്ലാം മക്കളോട് ഒരപ്പൻ പറയുന്ന പ്രബോധനമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് യുവാക്കന്മാര്, യുവതികള്, കൗമാരപ്രായക്കാര് ഇവർക്കെല്ലാം പ്രത്യേകം പ്രസക്തിയുണ്ട്. അതിൻ്റെ 10-20 മുതലുള്ള വാക്യങ്ങൾ ഞാൻ താഴോട്ട് വായിക്കട്ടെ. മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ ധരിക്കുക, എൻ്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായിക്കുക. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വയ്ക്കുക. അവ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവും നൽകാകുന്നു. സകല ജാഗ്രതയോടും കൂടി നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. വായുടെ വക്രത നിങ്ങൾ നിന്ന് നീക്കിക്കളക. അധരങ്ങളുടെ വികടം നിങ്ങൾ നിന്ന് അകറ്റുക. നിന്റെ കണ്ണ് നേരെ നോക്കട്ടെ. നിന്റെ കണ്ണിമ ചൊവ്വേ മുൻപോട്ട് മിഴിക്കട്ടെ. നിന്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക. നിന്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്. നിന്റെ കാലിനെ ദോഷം വിട്ടകലുമാറാക്കുക. അധ്യായവും 6-ാമത്തെ അധ്യായവും ഒക്കെ ഇങ്ങനെ 7 അധ്യായങ്ങൾ. ഈ ആദ്യത്തെ അധ്യായങ്ങളൊക്കെ മകനെ എന്ന് പറഞ്ഞുകൊണ്ട് ശലോമോന് എഴുതുന്ന വാക്യങ്ങളാണ്. യുവാക്കന്മാരെ, യുവതികളെയും ബാലന്മാരെയും ബാലികമാരെയും ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് അത് പറയുന്ന വാക്കുകളാണ് ഇവയൊക്കെ. കൂട്ടുകാരുമായിട്ട് ഒരുമിച്ച് ജീവിക്കുമ്പോൾ കൂട്ടുകാരുടെ വാക്കുകൾ, കൂട്ടുകാരുടെ വഴികൾ, കൂട്ടുകാരുടെ പ്രവൃത്തികൾ, അവരുടെ മൂല്യങ്ങൾ ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ ധാരാളമായിട്ട് ബാധിക്കും. ഇന്നത്തെ കാലത്ത് ഞങ്ങളൊക്കെ ജീവിച്ച കാലത്തേക്കാൾ വളരെ മോശമാണ്. ഞാനൊക്കെ വളർന്നു വന്ന കാലത്ത് ഒരു പാവം ചെയ്യണമെന്ന് വെച്ചാൽ എന്നെ ഒരു ബീഡി വലിക്കുക, അതിനപ്പുറത്തേക്ക് ഒരു പാവം ചെയ്യാനില്ലായിരുന്നു. ഞാൻ ഒരു ബീഡി വലിക്കുക, അങ്ങനെ അറ്റത്ത് പോയാൽ മറഞ്ഞോ തിരിഞ്ഞോ നിന്ന് ചെറുപ്പക്കാരങ്ങനെ ഒരു ബീഡി വലിക്കുമായിരുന്നു. അതൊരു ഫുൾ ബീഡി വലിക്കുകയില്ല. ആരെങ്കിലും വലിച്ചു കളയുന്ന മുറിബീഡി എടുത്ത് വലിക്കും. അതിനപ്പുറത്ത് എന്താ ചെയ്യാം? പിന്നെ സിനിമയ്ക്ക് പോകും. അത് ഒരു പാപമായിട്ടൊന്നും സമൂഹത്തിൽ എല്ലാവരും ആത്മീയകോളത്തിൽ മാത്രമേ അത് പാപമായിട്ട് കണക്കാക്കിയിരുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള പാപങ്ങളേ ഉള്ളൂ. ആൺപിള്ളേർ പെൺപിള്ളേരുമായിട്ട് സംസാരിക്കുകയോ ഇടപഴകി ജീവിക്കുകയോ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുക ഒന്നും ചെയ്തിരുന്നില്ല. അങ്ങനെയെങ്ങാണ് സംഭവിച്ചാൽ അത് സംഭവിച്ചിരുന്നില്ല. സംഭവിച്ചത് വലിയ സംഭവമായിട്ടാണ് കരുതിയിരുന്നത്. പക്ഷെ ഇന്നിപ്പോ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ കോളേജ് ക്യാമ്പസിലൊക്കെ ചെന്ന ആൺപിള്ളേരുടെ മടിയിൽ പെൺപിള്ളേരും, പെൺപിള്ളേരുടെ മടിയിൽ ആൺപിള്ളേർ ഇന്ന് വർത്തനം പറയുന്ന കാണുന്നത്. അപ്പൊ പിന്നെ അങ്ങനെയുള്ള പിള്ളേരോട് തെറ്റിപ്പോകരുത്, നിങ്ങൾ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് അത്രമേൽ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. വലിയ സമ്മർദ്ദം അവർക്ക്. അതൊന്നും ഇല്ലാത്തവരായിരിക്കുന്ന ആളുകളെ കുറിച്ച് അവരെ ചിന്തിക്കുന്ന ഇവനൊരു നോർമൽ ആണല്ല, ഒരു നോർമൽ പെണ്ണല്ല എന്നൊക്കെ ചിന്തിക്കും. അപ്പോൾ അങ്ങനെ ഒരു നോർമൽ ആണാണെന്നും നോർമൽ പെണ്ണാണെന്നും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ട് പലതും ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയൊന്നും അല്ലാത്തവരുണ്ട്. പിന്നെ അവരെ വേറൊരു ക്ലാസ്സിലാണ് അവർ പെടുന്നത്. ആ ക്ലാസ്സിൽ നമ്മൾ പെടണമെന്നാണ് ഞാൻ പറയുന്നത്. അധികം പാപമൊന്നും ചെയ്യാനില്ലായിരുന്നെങ്കിൽ ഞാൻ പഠിച്ച കാലത്ത് തമാശയൊക്കെ പറയുമായിരുന്നു. ആ തമാശകൾ എപ്പോഴും നല്ല തമാശകളായിരുന്നില്ല. അങ്ങനെയുള്ള തമാശകൾ, ഞാൻ ഒരുപാട് തമാശ പറയുന്ന ആളാണെങ്കിലും അങ്ങനെയുള്ള തമാശകളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിരുന്നു. അതിനുള്ള മാർഗം എന്ന് പറയുന്നത് ഞാനൊരു ഉപദേശിയാണ് എന്ന് എല്ലാവർക്കും ഞാൻ ബോധ്യമാക്കി കൊടുത്തു. സ്റ്റുഡൻസിന്റെ ഇടയിൽ ഒരു ഉപദേശിയായിട്ടാണ് എന്നെ അധ്യാപകരും കുട്ടികളും എല്ലാവരും പരിഗണിച്ചത്, വിളിച്ചിരുന്നതും അങ്ങനെയാണ്. അതുകൊണ്ട് എൻ്റെ അടുക്കൽ തമാശ പറയുമ്പോൾ നല്ല തമാശ, ക്ലീൻ തമാശ പറയും. മോശമായ കാര്യങ്ങളൊന്നും അവർ എൻ്റെ അടുത്ത് സംസാരിക്കില്ല. അത് ഞാൻ ദൈവകൃപയെ വളർത്തിയെടുത്ത റെപ്യൂട്ടേഷനാണ്. ആ റെപ്യൂട്ടേഷൻ നന്നാണെന്നാണ് എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ വളർത്തിയെടുക്കാൻ. അതിന് ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ പുസ്തകങ്ങളുടെ മേളിൽ എപ്പോഴും ഒരു പുതിയ നിയമം കാണും. ക്ലാസ്സിൽ ഓപ്പൺ ആയിട്ട് വെച്ചേക്കും. അപ്പോൾ ഈ ബൈബിളും കൊണ്ട്
ക്ലാസ്സിൽ ബൈബിൾ കൊണ്ടുവരുന്ന ഒരു സ്റ്റുഡൻറ്റേ ഉള്ളത് ഞാനാ. അപ്പൊ തന്നെ അവർക്ക് മനസ്സിലായി ഇവൻ ഭ്രാന്തനാണ്, ബോധമില്ലാത്തവനാണ്, ദൈവഭക്തനാണ്. ഓരോരുത്തരും അവരവരുടേതായ കാഴ്ചപ്പാട്. ഏതായാലും അവരുടെ കൂട്ടത്തിൽ എന്നെ എണ്ണാതിരിക്കാൻ അവരെ വളരെ ശ്രദ്ധിച്ചു. അതെനിക്ക് ഒരുപാട് ഗുണം ചെയ്തു. ഞാൻ പോയ സ്ഥലങ്ങളിലൊക്കെ എനിക്ക് ഒരു പരിഹാസം എന്ന് വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞു, റെസ്പെക്ട് വേണം അങ്ങനെ പറഞ്ഞു. പക്ഷെ എന്നെ സെപ്പറേറ്റ് ആയിട്ട് അവർ കണ്ടു. അതുകൊണ്ട് അവരുടെ പല കൂട്ടുകാരും അവർ ചെയ്യുന്ന പല കാര്യങ്ങളും എന്നെ അവർ വിളിച്ചിരുന്നില്ല. എന്നെ ഒഴിവാക്കിക്കൊണ്ടേ അവർ കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ജീവിക്കാനായിട്ട് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയാത്തതല്ല. അങ്ങനെ ഇന്നത്തെ കുഞ്ഞുങ്ങൾ ജീവിക്കുകയില്ല. കാരണം അങ്ങനെ 5 വിരലിൽ ചതഞ്ഞൊരു വിരൽ ഇങ്ങനെ എപ്പോഴും പിടിക്കുന്ന പോലെ ക്ലാസ്സിലെ എൻ്റെ ഈ വിരൽ ചതഞ്ഞതാ, ആരും മുട്ടരുത് തട്ടരുത് എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടു നടക്കാൻ ആർക്കും ഇഷ്ടമല്ല. എല്ലാ വിരലും പോലെ എനിക്ക് ഈ വിരലിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ജീവിക്കാനാണ് ഇഷ്ടമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് അങ്ങനെ പറയും, സോർത്തമ്പ് എന്ന് പറയും. സോർത്തമ്പ് ഇങ്ങനെ നമ്മുടെ കയ്യെ ചതയുപോലെ ചെയ്ത് നമ്മളെപ്പോഴും ഇങ്ങനെ പിടിക്കും, അതേപോലെ ഇങ്ങനെ. അപ്പൊ അങ്ങനെ ക്ലാസ്സിലും സ്കൂളിലൊക്കെ പോയി നടക്കുക എന്നൊക്കെ പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. എന്നപ്പോൾ അവരുടെ മധ്യത്തിൽ നമ്മൾ അവരെ പോലെ ഒരാളായിട്ട് എന്നാൽ ധാർമ്മിക നിലവാരത്തിലും ആത്മീയ നിലവാരത്തിലും സെപ്പറേഷൻ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയുമെന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ക്ലാസ്സിലെ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷേ ഫ്രണ്ട്സ് ആയിരിക്കുമ്പോൾ തന്നെ അവരെന്നോട് ഒരു പ്രത്യേക രീതിയിലാണ് കണ്ടത്. കാരണം ഞാൻ അവരുടെ ഫ്രണ്ട് ആണെങ്കിലും അവരിൽ ഒരാളെ പോലെയുള്ള ഒരു ഫ്രണ്ട് അല്ലെന്ന് അവർ കണ്ടു. ഞാൻ അവരെ ബൈബിൾ ക്ലാസ്സുകൾക്ക് വിളിക്കും. കോളേജിലായിരുന്നപ്പോൾ ഞാൻ ഈവിൻ്റെ മീറ്റിങ്ങിനെ ഞാനാണത് സംഘടിപ്പിച്ചത്. പത്തനംതിട്ട കോളേജിൽ ഞാൻ ചെന്നപ്പോൾ അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ പ്രാർത്ഥനായോഗം തുടങ്ങി. അപ്പോൾ ഞാൻ എല്ലാവരെയും വിളിക്കും, ഇവിടെ പ്രാർത്ഥിക്കാൻ വെള്ളിയാഴ്ച പോയിട്ട് ഉച്ചയ്ക്ക് ക്ലാസ് ഉണ്ടെന്ന് പറയും. അപ്പോൾ എല്ലാവരും വരുമ്പോഴേ പറയാം ഞാൻ വരുന്നില്ല, എന്നെ വിളിക്കണ്ടെന്ന് പറയാം. അവർക്കറിയാം ഞാൻ ചെല്ലുന്നത്. അപ്പോൾ അവർ അങ്ങനെ എന്നെ കണ്ടത് കൊണ്ട് എനിക്ക് ഒരുപാട് ഗുണമുണ്ടായി. ഞാൻ ആഗ്രഹിച്ചത് അത് തന്നെയാണ്. എന്നെ അങ്ങനെ അറിയപ്പെടണമെന്നാണ് ആഗ്രഹിച്ചത്. എന്നെ പോലെ നിങ്ങൾ ചിന്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ വ്യത്യസ്തരായി ഒരു ദൈവവേദലാണ് എന്നൊക്കെ അങ്ങനെയൊക്കെ അറിയുന്നത് നല്ലതാണ്. അതൊരു നല്ല റെപ്യൂട്ടേഷനാണ്. ഞങ്ങളുടെ കുടുംബത്തിന്റെ ചരിത്രം എഴുതിയതായിരിക്കുന്ന ആളൊരു വിശ്വാസിയായിരുന്നില്ല, ഒരു മർത്തമ്മക്കാരനായിരുന്നു. എന്നാലും അദ്ദേഹം കുടുംബത്തിന്റെ ചരിത്രം എഴുതിയപ്പോൾ ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ച് എഴുതിയപ്പോൾ അവരെല്ലാവരും ദൈവഭക്തന്മാരാണെന്ന് എഴുതിയത്. അവരെല്ലാവരും ദൈവദാസന്മാരാണ്, അങ്ങനെ ഒരു പ്രയോഗം എഴുതി. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഓരോ കുടുംബങ്ങളും ഓരോ ബ്രാഞ്ചസിനെ പറ്റി എഴുതിയപ്പോൾ എൻ്റെ വല്യപ്പൻ്റെ ബ്രാഞ്ചിനെ പറ്റി അവരെല്ലാവരും ദൈവദാസന്മാരാണ്. അപ്പൊ അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ അവർ കണ്ടു. നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് എവിടെയായാലും ഒരു ഡിസ്റ്റിങ്ഷൻ നമ്മൾ പാലിച്ച് ജീവിക്കണം. പഴയ നിയമത്തിൽ യഹൂദരെ സംബന്ധിച്ച് അങ്ങനെയാണല്ലോ. നന്മയ്ക്കായാലും തിന്മയ്ക്കായാലും യഹൂദൻ ചെല്ലുന്നിടത്ത് എല്ലാവരും അവർ വേറെയാണ്. ഡിസ്റ്റിങ് ക്ലാസ് ഓഫ് പീപ്പിൾ. അവര് പലയിടത്തും നന്മയ്ക്ക് വേണ്ടി അല്ലായിരുന്നു അവർ ആ ഡിസ്റ്റിങ്ഷൻ പാലിച്ചത് എന്നുള്ളത് സങ്കടകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. ദ്രവ്യാഗ്രഹത്തിനും ബിസിനസ് നടത്താനും തട്ടിപ്പ് നടത്താനും ഒക്കെ അവര് അങ്ങനെ വിചാരിച്ചു. മർച്ചന്റ് ഓഫ് വെനീസ്, ഷേക്സ്പിയർ യഹൂദനെ റെപ്രസെന്റ് ചെയ്ത രീതിയാണ്. മർച്ചന്റ് ഓഫ് വെനീസ് ഇസ് എ ജ്യൂ. ഒരു പൗണ്ട് മാംസം മുറിച്ചെടുക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നതായിരിക്കുന്ന മനുഷ്യന്. അതെ, അങ്ങനെയാണെങ്കിൽ തന്നെ ഈ മർച്ചന്റ് ഓഫ് വെനീസ് ഈസ് എ ക്ലാസ് ഇൻ ഹിംസെൽഫ്. അത് നല്ലതാണ് എന്ന് ഞാൻ പറയും. അപ്പോ എങ്ങനെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സഹായിക്കാം എന്ന് പേരൻസിനോട്, ഹൗ കുഡ് വി ഹെൽപ്പ് അവർ യങ് പീപ്പിൾ ടു ഓവർകം ദിസ് പിയർ പ്രഷർ, ഈ സതീർത്ഥ്യ സമ്മർദ്ദം അതിജീവിച്ച് ക്യാമ്പസുകളിലും സമൂഹങ്ങളിലും ജീവിക്കാൻ അവരെ എങ്ങനെ നമുക്ക് സഹായിക്കാം എന്നുള്ളത് നമ്മുടെ പേരൻസ് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇന്ന വിധത്തിലൊക്കെ പെരുമാറണം. അവരെ ബൈബിൾ ക്ലാസ്സുകൾക്ക് വിളിക്കുവോ, അത് വീട്ടിലേക്ക് അവരെ വിളിക്കുവോ ഒക്കെ ചെയ്യണം. നിങ്ങളെ വ്യത്യസ്തരെ അവർക്ക് വായിക്കാനായിട്ട് ട്രാക്റ്റുകളൊക്കെ കൊടുക്കണം. നിങ്ങൾ ഈ ട്രാക്റ്റുകളൊക്കെ കൊടുക്കുമ്പോൾ നല്ലതാണ്, അതായത് ട്രാക്റ്റാണ്, നല്ല രസമുള്ള ട്രാക്റ്റാണ്, വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ല, നീ കളഞ്ഞു, കുഴപ്പമില്ല, വായിച്ചിട്ട് കളഞ്ഞു എന്ന് പറഞ്ഞാൽ വായിച്ചു നോക്കുമ്പോഴേ അവർ നമ്മളെ പറ്റി ഒരു ഐഡിയ കിട്ടും. ഇവനെ ആള് വ്യത്യസ്തനാണ് എന്നവർക്ക് മനസ്സിലാകും. നല്ലതാണ്, അങ്ങനൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും കഴിയും. യങ് പീപ്പിൾ ഹാവ് ന്യൂമറസ് പ്രോബ്ലംസ്. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പേരൻസ് മനസ്സിലാക്കണം. എന്താണ്, ചെറുപ്പക്കാരായ ഈ പിള്ളേർക്ക്, കൗമാരപ്രായക്കാർക്ക്, ബാല്യപ്രായക്കാർക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട്. നമുക്കില്ലാത്ത പ്രശ്നങ്ങൾ അവർക്കുണ്ട്, ധാരാളം പ്രശ്നങ്ങൾ.
പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹത്തിൽ അവർക്ക് നാം ഒന്നും ഒരിക്കലും ഫേസ് ചെയ്യാത്തതായിരിക്കുന്ന പ്രോബ്ലംസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രഗ്സിന്റെ പ്രോബ്ലവും നമ്മുടെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അതുപോലെ മദ്യത്തിന്റെ പ്രോബ്ലം നമ്മുടെ കാലത്ത് ഉണ്ടായിരുന്നില്ല. മദ്യം കുടിക്കുന്നവരെ പറ്റിയൊക്കെ വേറൊരു കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത്. അന്ന് ചെറുപ്പക്കാരൊന്നും മദ്യം കുടിക്കുമായിരുന്നില്ല. മദ്യപാനി എന്ന പ്രയോഗം തെറ്റാ. കാരണം പാനി എന്ന് പറഞ്ഞാൽ കുടിക്കുന്ന സാധനമാണ്, മദ്യപൻ എന്നാണ് പറയേണ്ടത്. അപ്പോ മദ്യപാനി എന്ന് പറഞ്ഞാൽ പറഞ്ഞങ്ങ് പഠിച്ചുകൊണ്ട് മദ്യപാനി പറയും. പാനി എന്ന് പറഞ്ഞാൽ കുടിക്കുന്ന ദ്രാവകത്തിനാണ് പറയുന്നത്. അപ്പൊ മദ്യപന്മാര് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, എങ്കിലും അവര് പകലെങ്ങും കാണുകയില്ല. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ചെറുപ്പത്തിൽ രാത്രി 9 മണിയാകുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ കുടിക്കുന്ന ഒരാളുണ്ടായിരുന്നു. ഒരു 9 മണി കഴിയുമ്പോൾ അവരൊരു പാട്ടുമൊക്കെ പാടി. അത് നല്ല പാട്ടൊക്കെയാണ് പാടുന്നത്. എന്ത് ദിശയമേ ദൈവമോ എന്തെങ്കിലും പാട്ടൊക്കെ പാടി അങ്ങനെ റോഡിൽ കൂടെ പോവും. അപ്പോ അപ്പച്ചനും അമ്മച്ചും പാടി കുടിയൊക്കെ കഴിഞ്ഞ് പോവാ എന്ന് പറയും. അല്ലാതെ മോശമായിട്ടൊന്നും അങ്ങനെ ഉള്ള വർത്തമാനമൊന്നും പറഞ്ഞതൊന്നും അവർ പോകുന്നത്. ഇന്നത്തെ കാലത്ത് ഇപ്പൊ അങ്ങനെ അല്ലല്ലോ. അയ്യോ, ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് അവരെ നോക്കി ചിരിക്കാനൊക്കെ ഇല്ല, അടി കഴിയാൻ മുമ്പ് തന്നെ. എന്തിനാണെന്ന് ചോദിക്കില്ല. എന്ത് മര്യാദയായിട്ട് ജീവിച്ചാൽ ഒരു ലക്ഷ്യത്ത് പോയിട്ട് തിരിച്ച് വീട്ടിലെ എത്തിച്ചേരാം. കാറിന്റെ പുറകിൽ നിന്ന് ഹോങ്ക് ചെയ്യാനൊക്കെ ഇല്ല. ചിലപ്പോ വലിയ പ്രശ്നമായി വരും. സൈഡ് ചോദിച്ചാൽ ഉടനെ കൊടുത്തില്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളായി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ട്. ഡ്രഗ്സിന്റെ പ്രോബ്ലവും സെക്സിന്റെ പ്രോബ്ലവും അതുപോലെയുള്ള ഒരുപാട് പ്രോബ്ലംസ് അവർക്കുണ്ട്. വിദ്യാഭ്യാസ സംബന്ധമായ പ്രശ്നങ്ങൾ മറ്റാരേക്കാൾ കൂടുതലുണ്ടായിരുന്നു. ഞാൻ പഠിച്ചപ്പോഴൊന്നും എനിക്ക് പഠിത്തം സംബന്ധിച്ചുള്ള സമ്മർദ്ദം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പഠിത്തം സംബന്ധിച്ച് പഠിക്കുന്നു, പോകുന്നു, കിട്ടിയ മാർക്ക് മതി, അങ്ങനെ അങ്ങ് പോകുന്നു. അധ്യാപകരെല്ലാവരും എന്നെ മിടുക്കനാത്ത ഗണിച്ചിരുന്നത്. മാർക്ക് വരുമ്പോൾ മാത്രം ഞാൻ മിടുക്കനല്ല, അതുപോലെയെല്ലാം മിടുക്കന. ക്ലാസ്സിൽ കാരണം പഠിക്കില്ല, അങ്ങനെ പഠിക്കുമായിരുന്നില്ല. എന്നാൽ ഇന്നിപ്പോ അങ്ങനെയല്ല. ഇന്ന് LKG കൊണ്ട് ചേർക്കുന്ന കുട്ടി പോലും വിദ്യാഭ്യാസ സമ്മർദ്ദത്തിലാണ്. ഒരു കൊച്ചിനെ കൊണ്ട് ചേർക്കുമ്പോൾ തുടങ്ങി അപ്പനും സമ്മർദ്ദത്തില്ല, അമ്മയും സമ്മർദ്ദത്തില്ല, കൊച്ചും സമ്മർദ്ദത്തില്ല. 2 വയസ്സുള്ള കൊച്ചുകൊണ്ട് നീ ഇങ്ങനൊന്നും പഠിച്ചാൽ നീ IAS കാരനാകില്ല, ഇങ്ങനൊന്നും പഠിച്ചാൽ നീ ഡോക്ടർ ആവില്ല, ഇങ്ങനൊന്നും പഠിച്ചാൽ നീ എഞ്ചിനീയർ ആവില്ല എന്ന് അവനോട് പറയുന്നത്. അപ്പൊ അവന്റെ മനസ്സിൽ അങ്ങനെ അങ്ങോട്ട് കുത്തിവെച്ച് ഭയങ്കര സമ്മർദ്ദത്തിലാണ്. ആ സമ്മർദ്ദം പിടിച്ചു നിൽക്കാനൊന്നും എല്ലാവരെ കൊണ്ടും സാധിക്കില്ല. ഒരുപാട് പേരൻസ് അതുകൊണ്ട് മാനസിക ചികിത്സയ്ക്ക് പോകുന്നു. ഒരുപാട് പേരൻസ് ആത്മഹത്യ ചെയ്യുന്നുണ്ട്, തങ്ങളുടെ മക്കളെ ഡോക്ടറാക്കാൻ കഴിയാത്തതിന്. അവർ പ്രതീക്ഷിച്ച പോലെ മക്കൾ വിചാരത്ത് അനേക പിള്ളേർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കാണുന്നൊരു ഡോക്ടറുടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവനെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ സമയത്ത് അവനങ്ങോട്ട് പഠിത്തത്തിൽ കോപ്പി ചെയ്യാനായിട്ട് ശരിക്കും സാധിക്കുന്നില്ല. അപ്പനും അമ്മയും ഡോക്ടർമാരാണ്, അവർക്ക് അവനെ ഡോക്ടറാക്കണമായിരുന്നു. അതുകൊണ്ട് അവനെ വെച്ച് പറയും മാർക്കൊന്നും ശരിക്കും കിട്ടുന്നില്ല. ആത്മഹത്യ ചെയ്തു. ഒറ്റ കുട്ടിയേ ഉള്ളൂ, ആത്മഹത്യ ചെയ്തു. അപ്പോഴേ അവൻ ആത്മഹത്യ ചെയ്യാൻ ആരാ കാരണക്കാരൻ? അവൻ ആത്മഹത്യ ചെയ്തതോടുകൂടി അവന്റെ മാതാപിതാക്കളും തകർന്നു, അവരും ആകത്ത്. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളതായിരിക്കുന്ന സമ്മർദ്ദങ്ങൾ ഇന്ന് ഉണ്ട്, വിദ്യാഭ്യാസ സംബന്ധമായ സമ്മർദ്ദങ്ങൾ. മാതാപിതാക്കള് മക്കളെ കാണുന്നത് ഡോക്ടറായിട്ടും എഞ്ചിനീയറായിട്ടും ഒക്കെയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ ഒരാൾ വന്നു. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം ഞങ്ങൾ സംസാരിച്ചും പറയായിരുന്നു, ഞങ്ങളുടെ വല്യപ്പന് 15, 12, 14 കൊച്ചുമക്കളുണ്ട്, എല്ലാവരും ഡോക്ടർമാരാണ്. അങ്ങനെയല്ല, എല്ലാവരും ഡോക്ടർ. പക്ഷെ എന്തോ ഒരു സമ്മർദ്ദത്തിലാണ് പിള്ളേർ ജീവിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പനും അമ്മയും എന്ത് സമ്മർദ്ദത്തിലാണ് ജീവിച്ചത്? കാരണം അതിൽ ഒരെണ്ണമെങ്ങാനും ഡോക്ടർ ആയില്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് ഏൽക്കുന്ന വലിയൊരു ഹാനിയാണ്. പണ്ട് ഞാൻ ഒരു നടന്ന സംഭവം ഒരാളെ പറഞ്ഞതാണ് എന്നോട്, അവരുടെ വീട്ടിലെ സംഭവം. 3 മക്കളുണ്ടായിരുന്നു. മൂത്ത 2 പേരും CA-ക്കാരായി. അവരെല്ലാ പരീക്ഷകൾക്കും ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചു വന്നവരാണ്. ഈ ഇളയവന് SLCക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ല. പിന്നെ അവരങ്ങ് സഹിച്ചു. അവനെ വേണ്ടാത്തതെല്ലാം വിളിച്ചെങ്കിലും ഇടിയറ്റ് എങ്ങനെയും പോട്ട് അവനെ 12ാം ക്ലാസ്സിൽ കിട്ടിയില്ല. അപ്പോൾ അവരോട് പറഞ്ഞു, നീ ഈ വീട്ടിൽ താമസിക്കാനൊക്കെ നീ ഞങ്ങളുടെ മകനല്ലെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് നാണക്കേടാണ്. നിന്റെ ചേട്ടന്മാരെല്ലാം ഫസ്റ്റ് റാങ്ക് വാങ്ങി പാസ്സായി. ആദ്യത്തെ അപ്പിയറൻസ് തന്നെ CA പാസ്സായി. അപ്പനും CA-ക്കാരന്. എല്ലാവരും അങ്ങനെയാണ്. അങ്ങനെയുള്ള വീട്ടിൽ ഇങ്ങനെ ഒരു തന്നെ ജനിച്ച് നീ എവിടെയെങ്കിലും പൊക്കോളാം. കാരണം അവനെ വീട് വിട്ട് പോകേണ്ടി വന്നു. അവനാ വീട് വിട്ടു പോയി അനേക വർഷങ്ങൾക്ക് ശേഷം അവൻ തിരിച്ചു വന്നു. അവൻ തിരിച്ചു വന്നപ്പോ അവന്റെ വീട്ടിലുള്ള എല്ലാവരെക്കാളും വലിയവനായിട്ടാണ് അവൻ വന്നത്. CA-ക്കാരനായില്ല, പക്ഷെ അതിനേക്കാൾ ഉന്നതമായ സ്ഥാനവും അതുപോലെ ഇഷ്ടംപോലെ പണവും അവരെ എല്ലാം വിലയ്ക്ക് വാങ്ങാനുള്ള കാശുമായിട്ട് അവൻ പറഞ്ഞാൽ എന്തെങ്കിലും വീട്ടിൽ പോകുന്നെങ്കിൽ എൻ്റെ അപ്പനെയും എൻ്റെ ചേട്ടന്മാരെയും വിലയ്ക്ക് വാങ്ങാനുള്ള കാശുള്ളതിനായിട്ട് ഞാൻ പോകുന്നു പറഞ്ഞവൻ അങ്ങനെ തിരിച്ചു വന്നു. അങ്ങനെ അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ എന്നോട് ചരിത്രം പറഞ്ഞതാണ്. പക്ഷെ അവൻ അനുഭവിച്ചതായിരിക്കുന്ന വേദന എന്ന് പറഞ്ഞാൽ എന്തൊരു വേദനയാണ്.
അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. അവർക്ക് കുറച്ച് ഫ്രീഡം കൊടുക്കണം. ഈ ലോകത്തിലുള്ള എല്ലാവരും ഡോക്ടർമാരായ അവരാരെയാ നോക്കുന്ന? രോഗികളുമല്ലേ. ഈ ലോകത്തിലുള്ള എല്ലാവരും ഡോക്ടർമാരായ അവരോട് പോയി പ്രാക്ടീസ് ചെയ്യുന്നു. അവർ കുറച്ച് മണ്ടന്മാർ വേണം രോഗികളായി കിടക്കാൻ. എങ്കിലും ഇവന്മാർക്ക് കാശ് കിട്ടും. ഞങ്ങളെ ഒരിടത്ത് 4 കൂടി തെങ്ങേ ഉള്ളിപ്പോഴേ 2000 നാളികേരം എൻ്റെ കൈ കൊണ്ട് എണ്ണി ഞാൻ വിറ്റിട്ടുണ്ട്. ആ 4 തെങ്ങേ ഉള്ള 4 തെങ്ങയിലും കൂടെ കയറി ഇട്ടാൽ ഒരു 10-20 തേങ്ങ കിട്ടും. 25 തേങ്ങയേ ഉള്ളൂ. അതിൻ്റെ ആളില്ല. എനിക്ക് തെങ്ങ് കയറാൻ വയ്യ. ഞാൻ മേപ്പോട്ട് നോക്കിയിരിക്കുകയുള്ളൂ. ഒരു തേങ്ങ ഇടാനായിട്ട് എത്ര ആളുകളുടെ കാല് പിടിച്ചാണ്. അപ്പൊ തേങ്ങ ഇടാൻ ആളുകളില്ല വന്നാൽ തെങ്ങ് കൊണ്ട് പ്രയോജനമുണ്ടോ? പ്രയോജനമില്ല. അപ്പൊ നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം? കർത്താവെ, ചിലവരെങ്കിലും മണ്ടന്മാരായിട്ട് തെങ്ങ് കയറാനായിട്ട് നീ അങ്ങനെ പ്രാർത്ഥിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാവരും ഡോക്ടർമാരായ ഡോക്ടറെ തെങ്ങ കയറി നാളിലിട്ട് തരാമെന്ന് പറയാൻ നോക്കും. എല്ലാവരും എഞ്ചിനീയർമാരായ അവരോട് പറയാമോ? എഞ്ചിനീയർ ഒരു തേങ്ങ തിരിച്ചു തരാമോ? ഒക്കുകയില്ല. നമുക്ക് ഇവരെല്ലാവരും സമൂഹത്തിൽ വേണം. അപ്പൊ ദൈവം എല്ലാവരെയും ഒരുപോലെയല്ല സൃഷ്ടിക്കുന്നത്. കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളിൽ വൈവിധ്യമുണ്ട്, അവർക്ക് വ്യത്യസ്ത കഴിവുകളുണ്ട്, കഴിവ് കേടുകളുണ്ട് എന്നൊക്കെയുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി വേണം നമ്മുടെ മക്കളെ വളർത്താൻ. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? വിദ്യാഭ്യാസത്തിന് പല ലക്ഷ്യങ്ങളുണ്ടെങ്കിലും ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കാശുണ്ടാക്കുക എന്നുള്ളതാണ്. വിദ്യ അഭ്യസിക്കുക, അതിന്റെ ഫലമായി ഉപജീവന മാർഗം ഉണ്ടാകും. ഇത്രേ ഉള്ളൂ. വിദ്യ അഭ്യസിക്കുക, ഉപജീവന മാർഗം ഉണ്ടാകും. അതാണ് വിദ്യാഭ്യാസം. വിദ്യ അഭ്യസിക്കുക. അത് ഏത് വിദ്യയാകാം. കൈത്തൊഴിലും വിദ്യയാണ്. എല്ലാം വിദ്യയാണ്. ഡോക്ടർമാർക്കും വിദ്യയുണ്ട്, എഞ്ചിനീയർമാർക്കും വിദ്യയുണ്ട്, കൃഷിക്കാർക്കും വിദ്യയുണ്ട്, ആട് മേയ്ക്കുന്നവർക്കും വിദ്യയുണ്ട്, ആശാരിക്കും ഉണ്ട്, ഉഷാരിക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, മീൻപിടുത്തക്കാർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ഏത് ട്രേഡ് എടുത്താലും ആ ട്രേഡിൽ വിജയിക്കുക എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, നല്ല ബാർബർ ഷോപ്പിൽ സൗകര്യമാർക്ക് നല്ലൊരു ബാർബർ ഷോപ്പിൽ പോയി മുടി വെട്ടിക്കണം എന്തൊരു പ്രയാസം എന്നറിയാം. എത്ര നേരം ഇരിക്കണം? എത്ര നേരം ഇരിക്കണം ഒരു നല്ല ബാർബർ ഷോപ്പിൽ പോകണം? ചില ബാർബർ ഷോപ്പിൽ പോയാൽ നമ്മൾ ചെല്ലുന്നുണ്ടെങ്കിൽ മുടി വെട്ടിച്ചിട്ട് പറയും അവിടെ ആരുമില്ല എന്നാ പറഞ്ഞേ. വെട്ടിക്കിട്ടും, നമുക്ക് അത്രയും മതി, അത്ര വെട്ട് നമുക്ക് മതി. പക്ഷെ നല്ല ബാർബർ ഷോപ്പിൽ പോയി മുടി വെട്ടണമെങ്കിൽ മണിക്കൂറുകൾ ഇരിക്കും. കാരണം അവിടെ ഭയങ്കര നല്ല 10, 15, 20 വെട്ടുകാരുണ്ട്. 10, 50, 100 ആളുകളാണ് ഇങ്ങനെ. ബനാറസിലെ പോലെ, കാശിയിലെ ബനാറസിലെ മുടിവെട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ചെന്ന ഉടനെ ഒരു കസേര എപ്പോഴും ഫ്രീ കാണും. ആ കയറി ഇരിക്കുന്നത് കയറി ഇരുന്നിട്ട് അവര് എല്ലാം ഒന്ന് വെച്ചിട്ട് 2-3 വെട്ടും വെട്ടി ഇവിടെ ഒരു പതുക്കെ കറിച്ച് പെറിയും പോരുന്നുള്ള എങ്ങും പോകാനൊക്കെ. കാരണം ഇവിടെ 2 വെട്ടും വെട്ടി ഇവിടെ ഇത്രയും പഠിച്ചു വെച്ചിട്ട് പിന്നെ അവിടെ ഇരുന്നാൽ ചിലപ്പോൾ 2 മണിക്കൂർ ഇരുന്നാണ് അതിന് കയറി ഇരിക്കാൻ പറയുന്നത്. കാരണം അവന്റെ പ്രൊഫഷനില് അവന്റെ വിദ്യ അഭ്യസിച്ചവനാണ്. മുടി വെട്ടുക എന്ന് പറഞ്ഞ വിദ്യ നന്നായിട്ട് അഭ്യസിച്ചവനാണ്. ചില വലിയ പണക്കാരായ ആളുകളൊക്കെ അമേരിക്കയിൽ നിന്ന് പാരീസിൽ പോയി മുടി വെട്ടിച്ചിട്ട് വരും. ഹോവർഡ് ഹ്യൂസിനെ പറ്റിയൊക്കെ അങ്ങനെ കേട്ടുള്ളത്. അദ്ദേഹം പാരീസിൽ പോയി മുടി വെട്ടിക്കുമായിരുന്നു സ്വന്തം പ്ലെയിനില്. അത് നല്ല മുടിവെട്ടിക്കാരുണ്ടോ? ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയ കാലത്ത് തന്റെ കോട്ട് എന്നും അലക്കാനായിട്ട് അയച്ചത് പാരീസിലേക്ക്. അത് പിന്നെ ലോകസഭയിൽ ഭയങ്കര ബഹളമൊക്കെ ഉണ്ടായത് നിർത്തി. ഇന്ത്യയിലെ ഡ്രൈ ക്ലീനേഴ്സിനെ കൊണ്ട് ചെയ്യിച്ചാൽ മതി എന്ന് അദ്ദേഹം തീരുമാനിച്ചു. പാരീസിലെ വിട്ടത്. എന്താ പാരീസിൽ വിട്ടത്? അവിടെ നല്ല ഡ്രൈ ക്ലീനേഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ് വിട്ടത്. ഇത് അദ്ദേഹത്തിന് കാശും ഉണ്ടായിരുന്നു. ഇത് രണ്ടും ഉണ്ട്. അപ്പൊ ഞാൻ പറയും, ഏത് തൊഴിലായാലും അവർ ആ തൊഴിൽ അഭ്യസിക്കും. ഇന്ന തൊഴിൽ വേണം. എൻ്റെ മകൻ ഡോക്ടർ ആകണമെന്ന് എന്തിനാണ് പഠിക്കുന്നത്? എന്തിനാ എഞ്ചിനീയർ ആകണമെന്ന് പഠിക്കുന്നത്? മകനെ, നീ ആരായാലും എനിക്ക് വിരോധമില്ല, മാന്യതയുള്ള ഒരു ജോലി ആയിരിക്കണം. അതായത് എത്തിക്കലി ഗുഡ്, ധാർമ്മികമായി മാന്യതയുള്ള ഒരു ജോലി ആയിരിക്കണം. ആ ജോലിയിൽ നീ വിദഗ്ധനായിരിക്കണം. കഴിയുമെങ്കിൽ നീ ആയിരിക്കണം ലോകത്തിലെ ബെസ്റ്റ്. അത് നീ മുടിവെട്ടുകാരനാകട്ടെ, നീ മീൻപിടുത്തക്കാരനാകട്ടെ, നീ കാർപ്പൻ്റർ ആകട്ടെ, നീ എഞ്ചിനീയർ ആകട്ടെ, നീ ഡോക്ടർ ആകട്ടെ, നീ ആരുമാകട്ടെ, യു ഷുഡ് ബി ദ ഫസ്റ്റ് ഇൻ ദാറ്റ് ട്രേഡ്. ഞാൻ നിങ്ങളോട് പറയാം, ചില ഡോക്ടർമാരുണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ കാശിലെ ബാർബർമാരുണ്ടാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പാരീസിൽ പോയി മുടി വെട്ടിച്ചു വരുന്നു, നല്ല ടൈലേഴ്സിലൊക്കെ പോയാൽ. അപ്പൊ അതൊക്കെ നമ്മൾക്ക് തെറ്റായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. ഞാൻ അമേരിക്കയിലായിരുന്ന കാലത്ത് ഞാൻ പോയിക്കൊണ്ടിരുന്ന ഒരു ഡോക്ടറുണ്ട്, ഒരു പ്രായമുള്ള മനുഷ്യനാണ്. ഒരു ദിവസം ചെന്നപ്പോൾ ഞാൻ ലാസ്റ്റ് പേഷ്യൻസ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു. ഞാനിങ്ങനെ സംസാരിച്ചു, കുറച്ചു നേരം ഇരുന്ന് ഞങ്ങൾ സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തെ ചോദിച്ചു, ഡോക്ടർക്ക് എത്ര മക്കളുണ്ടെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, എനിക്ക് 2-3 പിള്ളേരുണ്ട്. അന്നത് 3 പറഞ്ഞു. അവർക്ക് എന്ത് ചെയ്യുന്നു ചോദിച്ചു. പറഞ്ഞു, എൻ്റെ ഇളയ മകൻ ലോറി ഡ്രൈവറാണ്, ട്രക്ക് ഡ്രൈവറാണ്. അപ്പൊ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. അന്ന് എൻ്റെ കാഴ്ചപ്പാട് തെറ്റായി പറയുന്നത്. യുവർ സൺ ഈസ് എ ട്രക്ക് ഡ്രൈവർ, സോ ഹി സെഡ് വാട്ട് ഈസ് റോങ് വിത്ത് ഇറ്റ്? വാട്ട് ഈസ് റോങ് വിത്ത് ഇറ്റ്? Nothing wrong. He enjoys it. That's the key, he said. And he is the best truck driver in America.
24 വീലുള്ള സൂപ്പർ വലിയ വലിയ ഭയങ്കര ഇതുണ്ടല്ലോ, ഈ സാധനം ഓടിച്ചുകൊണ്ടേ പോകുന്നത്. ന്യൂയോർക്കിൽ നിന്നൊക്കെ ലോസ് ആഞ്ചലസ് കൊണ്ട് പോകും, തിരിച്ചു വരും. ഹി മേക്സ് മോർ മണി ദാൻ ഐ മേക്ക് എന്ന് പറയും. ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ കാശ് അവൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെന്താ വേണ്ടത്? ഹി എൻജോയ്സ് ഇറ്റ്. അവനെ പിടിച്ച് ഡോക്ടറാക്കി ഈ മുറിക്കകത്തിരുത്തി വരുന്നവരുടെ എല്ലാം കണ്ണും വായും മൂക്കും പൊളിച്ചു നോക്കുന്ന ജോലിയാന്ന് പറഞ്ഞാലേ അവൻ പറയാം എത്ര നാണക്കെട്ടിയല്ലേ വരുന്നവരുടെ എല്ലാം വായും മൂക്കും കണ്ണു പൊളിച്ചു നോക്കും. അത് ശരിയാണ്, ചെയ്യാൻ ഇഷ്ടപ്പെടും. ഞാൻ പറഞ്ഞത് ഈ വാട്ട് യു ഡു ഈസ് നോട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ മക്കള് എഞ്ചിനീയർ ആയില്ല, ഡോക്ടർ ആയില്ല എന്നുള്ളത് നിങ്ങൾ പരാജയമാണെന്നോ നിങ്ങളുടെ മക്കൾ പരാജയമാണെന്നോ നിങ്ങൾ വിചാരിക്കരുത്. ദാറ്റ് ഇസ് ദ റോങ് കൺസെപ്റ്റ്. ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് അവർ ഈ ആവശ്യമില്ലാത്തതായിരിക്കും ടെൻഷൻ അടിക്കുന്നത്. നമ്മുടെ അയൽക്കാരൻ്റെ മക്കളെല്ലാം ഡോക്ടർ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കളൊന്നും ഡോക്ടറല്ല, ഞാൻ ഫെയിലിയർ. നോ, യു ആർ നോട്ട് എ ഫെയിലിയർ. നിങ്ങൾ എപ്പോഴാണ് ഫെയിലിയർ ആകുന്നത്? നിങ്ങളുടെ മക്കൾക്ക് ദൈവം കൊടുത്തതായിരിക്കുന്ന കഴിവുകൾ ഉപയോഗിക്കുന്നുണ്ടോ? അവർ തിരഞ്ഞെടുത്തതായിരിക്കുന്ന ഫീൽഡിൽ അവർ എക്സലന്റ് ആണോ? അതാണ് ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ വേണം. നമ്മുടെ ആളുകൾ എന്താണ്, അവർ തിരഞ്ഞെടുത്ത ഫീൽഡിൽ അവർ ലാസ്റ്റാണ് അല്ലേ? നമ്മുടെ ഇടയിൽ ചില ആശാരിമാരെ വിളിച്ച് നമ്മൾ പണിയിപ്പിക്കില്ല, അവരെ കൊണ്ട് പണിയിപ്പിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ കൊണ്ട് പണിയിപ്പിച്ചാൽ ശരിയാവില്ലെന്ന് നമുക്കറിയാം. ചില മേശരിമാരെ കൊണ്ട് നമ്മൾ പണിയിപ്പിക്കില്ല, അത് പണി ശരിയാവില്ലെന്ന് നമുക്കറിയാം. ചില പാചകക്കാരെ കൊണ്ട് നമ്മൾ പാചകം വെപ്പിക്കില്ല, കാരണം അത് വെച്ചാൽ അവൻ അദ്ദേഹം ഗുണമാക്കി തരുമെന്ന് നമുക്കറിയാം. പിന്നിപ്പോൾ അവൻ ഏത് ട്രേഡാന്ന് പറഞ്ഞ കാര്യമില്ല. അവന് ഉപജീവന മാർഗത്തിന് വേണ്ടി ഒരു ട്രേഡ് തിരഞ്ഞെടുത്തിട്ട് ആ ട്രേഡിൽ പോലും അവന് വിജയിക്കാനായിട്ട് കഴിഞ്ഞില്ല. അപ്പൊ ഏത് വിഷയത്തിലായാലും വി ഷുഡ് ബി ദ ബെസ്റ്റ് ഇൻ അവർ ട്രേഡ്. അങ്ങനെ തന്നെ വേണം. അതുകൊണ്ട് ഞാൻ മാതാപിതാക്കളോടും മക്കളോടും പറയുന്നത്, നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോയത്, നിങ്ങൾ പഠിക്കാഞ്ഞിട്ടാ മാർക്ക് കുറഞ്ഞു പോയെങ്കിൽ എന്നെ അടി കൊടുക്കും, അത് വേറൊരു വിഷയം. പഠിക്കാഞ്ഞിട്ടാ മാർക്ക് കുറഞ്ഞു, അലസായി നടന്നിട്ടാ മാർക്ക് കുറഞ്ഞെങ്കിൽ അത് വിഷയം വേറെ. അങ്ങനെയല്ല, നിങ്ങൾക്ക് തന്ന കഴിവനുസരിച്ച് നിങ്ങൾ പഠിച്ചു, മാർക്ക് കുറഞ്ഞു പോയെങ്കിൽ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. നിങ്ങളുടെ ഫീൽഡ് ഏതാണെന്ന് കണ്ടെത്തി ആ ഫീൽഡ് തിരഞ്ഞെടുക്കുക. ഇവാൻ ഇവിടെ ഇരിപ്പുണ്ട്. ഇവാനെ സയൻസും കണക്കും പഠിപ്പിക്കാനായിട്ട് ആദ്യം ആ ഗ്രൂപ്പൊക്കെ എടുത്തു. അവൻ അനുഭവിച്ച വേദനയും ഞങ്ങൾ അനുഭവിച്ച വേദനയും പറയണ്ട. അവന്റെ ഫീൽഡ് അവൻ കണ്ടെത്തിയപ്പം ഹീസ് റൈറ്റ് ഓൺ ദ ട്രാക്ക്. സയൻസ് കുട്ടൻ ചെയ്യുന്ന കാര്യം ഇവാനെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ അവനെ അകാലഭരണം പഠിപ്പിക്കാനായിട്ട് ഇടയാകത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അവന്റെ ഫീൽഡേ അല്ല. അവന്റെ ഫീൽഡിൽ അവൻ വന്നപ്പോൾ ഹീസ് ഹാപ്പി. ദാറ്റ്സ് വാട്ട് ദ കീസ്. എൻ്റെ അപ്പച്ചൻ എന്നെ ഡോക്ടറാക്കാനായിട്ട് വളരെ ശ്രമിച്ചു, എന്നെ കൊണ്ട് കമ്മീഷൻ ഫിസിക്സ് കൊടുത്തു. ഞാൻ അനുഭവിച്ച ദുരിതം എന്ന് പറയുന്നത് വെള്ളം H2O ആന്ന് എനിക്കറിയാം. അത്രയും കെമിസ്ട്രി ഞാൻ പഠിച്ചു 3 കൊല്ലം കൊണ്ട്. എൻ്റെ ഫീൽഡ് ഞാൻ കണ്ടെത്തിയപ്പോൾ അഡ്വാൻസ്ഡ്. എനിക്ക് നല്ല പുഷ്പം പോലെ എന്ന് പറയില്ലേ പിള്ളേർ പറയില്ലേ, ഹലോ, നല്ല പുഷ്പം പോലെ ഒഴുകിയെത്താനായിട്ട് എനിക്ക് കഴിക്കാണ്. ദാറ്റ്സ് മൈ ഫീൽഡ്. എൻ്റെ ബ്രെയിൻ അത് ചിന്തിക്കാനാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഫീൽഡ് ഉണ്ട്. നമ്മുടെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് മൈൻഡ് ഇല്ലാത്തവരും മെഡിക്കൽ മൈൻഡ് ഇല്ലാത്തവരും ഒക്കെ മണ്ടന്മാരാണെന്ന്. അവർ മണ്ടന്മാരല്ല. നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ആർട്ടിസ്റ്റ് രവിവർമ്മയെ പോലെ വരയ്ക്കണം. അപ്പൊ നിങ്ങളുടെ ഒരു പടത്തിന് 4 കോടി 5 കോടി രൂപ കിട്ടും. രവിവർമ്മയുടെ എവിടെയെങ്കിലും ഒരു പടം കിട്ടിയാൽ 4-5 കോടി രൂപയാണ് കിട്ടും. അയക്കണം മൈക്കിൾ ആഞ്ചലോയെ പോലെയോ പിക്കാസോയെ പോലെയോ ഒക്കെ നിങ്ങൾ വേണം വരയ്ക്കണം. അതേപോലെ നമ്മളെല്ലാം വരയ്ക്കും. വല്ലവരും നമ്മുടെ വരയ്ക്കാൻ വല്ലവരും എടുക്കുമോ? ആരും എടുക്കില്ല. കാരണം നമ്മൾ പെർഫെക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് കഴിവില്ലാഞ്ഞിട്ടില്ല. വി ഡോണ്ട് പെർഫെക്റ്റ്. നമ്മുടെ ഫീൽഡിൽ നമ്മൾ അഡ്വാൻസ് ചെയ്യണം എൻ്റെ കുഞ്ഞുങ്ങളെ. അതാണ് വളരെ ആവശ്യം. പിന്നെ ഇന്നത്തെ ചെറുപ്പക്കാരെ അനുഭവിക്കുന്ന വേറെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് മെച്യൂരിറ്റി റിലേറ്റഡ് പ്രോബ്ലമാണ്. ദാറ്റ്സ് എ ബിഗ് പ്രോബ്ലം. 2 തെറ്റുകൾ ചെയ്യും. ഒന്ന്, കുഞ്ഞുങ്ങളുടെ പ്രായത്തിന് തക്ക മെച്യൂരിറ്റി അവർക്കുണ്ടെന്ന് മാതാപിതാക്കൾ അംഗീകരിക്കാതെ അവരെ കൊച്ചു കുഞ്ഞുങ്ങളായിട്ട് ട്രീറ്റ് ചെയ്യും. നിനക്കൊന്നും അറിയില്ല, നിമണ്ട് എന്ന് ചില മാതാപിതാക്കൾ പറയും. വേറെ ചിലരുടെയും അവർക്കില്ലാത്ത മെച്യൂരിറ്റി അവർക്കുണ്ടെന്ന് വിചാരിച്ച് അവരെ പുഷ് ചെയ്യും. അവർ ചെന്ന് വലിയ അപകടങ്ങളിൽ ചാടുകയും ചെയ്യും. ഇത് രണ്ടും ഒരുപോലെ ഡേഞ്ചറസ് ആണ്. ഞാൻ വളർന്നു വന്നതായിരിക്കുന്ന കാലത്ത് ഞാൻ അനുഭവിച്ചതായിരിക്കുന്ന ഒരു കാര്യം, എനിക്ക് എന്തെങ്കിലും കഴിവുണ്ടെന്ന് എൻ്റെ അപ്പച്ചന് സമ്മതിക്കില്ല. എവിടെങ്കിലും പോകണമെങ്കിൽ അപ്പച്ചൻ പറയും, എടാ അയൽക്കത്തെ അവനെ കൊണ്ട് വിളിച്ചോണ്ട് പോകും, നിന്നെ കൊണ്ട് കാര്യം സാധിക്കില്ല. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 1 കിലോ പഞ്ചസാര എടുത്ത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വരാനായിട്ട് അപ്പച്ചൻ ഒരു കുറിപ്പ് വരും. ഈ വരുന്ന എൻ്റെ മകന്റെ കൈവശം 1 കിലോ പഞ്ചസാര കൊടുത്തയക്കണം. ഞാൻ അവന്റെ കയ്യിൽ 20 രൂപ കൊടുക്കുന്നുണ്ട്. സൂക്ഷ്മ ചില്ലറ എണ്ണി തിരികെ ഞാൻ വീട്ടിൽ ഇറങ്ങി അത് വായിച്ചിട്ട് വലിച്ചു കുറി ഒരേ. അപ്പൊ എന്റെ കഴിവുകളെ വളർത്താനായിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ അപ്പച്ചൻ ഒരിക്കലും ട്രൈ ചെയ്തില്ല. പിന്നെ ഞാൻ വളർന്നു. അപ്പച്ചന്റെ എടുത്ത് ഞാൻ വലിച്ചു കീറിയിട്ട് ഞാൻ തന്നെ എന്ന് പറഞ്ഞു 1 കിലോ പഞ്ചസാര. അപ്പോ അത് ചില പേരൻസിന്റെ അപ്രോച്ച് അവരുടെ മക്കൾക്ക്
കഴിയില്ല. എൻ്റെ അപ്പച്ചൻ അസാമാന്യ കഴിവുള്ള ഒരാളായിരുന്നുകൊണ്ട് അപ്പച്ചൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ്റെ മക്കൾക്കൊന്നും കഴിയില്ല. അപ്പച്ചൻ്റെ അപ്പനും അങ്ങനെയായിരുന്നു. അപ്പച്ചൻ്റെ വലിയ കഴിവുള്ളൊരു മനുഷ്യൻ. വിദ്യാഭ്യാസം 2ാം ക്ലാസ് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിലും അന്നത്തെ കാലത്ത് ഒരു IAS കാരനുള്ളതായിരിക്കുന്ന പ്രായോഗിക ജ്ഞാനമുള്ളൊരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് അപ്പച്ചനെന്ന് വിചാരിച്ചു മക്കൾക്കൊന്നും കഴിയുക ഇല്ലെന്ന് വിചാരിച്ചു. പക്ഷെ മക്കളെല്ലാം അപ്പച്ചനൊക്കെ കഴിവുള്ളവരായിട്ടൊക്കെയാണ് തീർന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഇറ്റ്സ് എ ഡേഞ്ചർ. ഇല്ലാത്തതുണ്ടെന്ന് ഭാവിക്കുകയും ഉള്ളതില്ല എന്ന് ഭാവിക്കുകയും ചെയ്താൽ കുഞ്ഞുങ്ങളുടെ ഭാവിയെ നഷ്ടപ്പെടുത്തിക്കളയും. അവർക്ക് കാലോചിതമായ പ്രായത്തിന് ആനുപാതികമായിരിക്കുന്ന മെച്യൂരിറ്റി ഉണ്ട് എന്ന് കണ്ട് അവരെന്ത് ചെയ്യണം? വി ഷുഡ് പുഷ്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് എനിക്കൊരു ഉടുപ്പ് വാങ്ങിക്കാനായിട്ട് അപ്പച്ചൻ എന്നെ കൊണ്ടുപോകും. അപ്പച്ചൻ എനിക്ക് ഉടുപ്പ് പോകണമെന്ന് പറഞ്ഞാൽ ആ കടയിൽ ചെന്നിട്ട് ഏതാ അപ്പച്ചനാ പറയുന്നത് ഒരു ഉടുപ്പ് ഏതാ. അപ്പൊ ആ കടക്കാരൻ ചിരിക്കും. കോളേജിൽ പഠിക്കുക, എവിടെ പഠിക്കുന്ന കോളേജില്ല, എനിക്ക് തന്നെ ഒരു ഉടുപ്പ് വാങ്ങിക്കാൻ. എനിക്കൊരു ഉടുപ്പ് വാങ്ങാൻ കഴിവില്ലാഞ്ഞിട്ടില്ല, എനിക്ക് കഴിവുണ്ടെന്ന് എൻ്റെ അപ്പൻ അംഗീകരിക്കില്ല. ദാറ്റ് വാസ് ദ പ്രോബ്ലം. അതുകൊണ്ട് എൻ്റെ അപ്പച്ചൻ വിചാരിച്ചു, ഞാൻ BSc പഠിച്ചപ്പോൾ അപ്പച്ചൻ എനിക്ക് ടീച്ചറെ ജോലി തന്നു. അത് കഴിഞ്ഞ് ഞാൻ മേപ്പെട്ട് പഠിക്കാൻ പോയപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, അപ്പച്ചൻ അറിയാമോ ഇവൻ എവിടെയെങ്കിലും പോയി ചാകുകയുള്ളൂ എന്നുള്ള കാര്യം. അപ്പനോട് പറഞ്ഞു, നീ ചത്താൻ നിനക്ക് 10 പൈസ തരിക. ഞാൻ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 20 വയസ്സുള്ളപ്പോൾ ഇറങ്ങിയതാണ്. അതിനുശേഷം എൻ്റെ അപ്പനോട് 10 പൈസ വാങ്ങിയിട്ടില്ല. ഞാൻ എൻ്റെ കൈ കൊണ്ട് അധ്വാനിച്ച് MAക്കും LLBക്കും LLM എല്ലാം പഠിച്ചു. അപ്പച്ചൻ അതിശയമായി പോയി, ഇവൻ എങ്ങനെ രക്ഷപ്പെട്ടെന്ന്. പിന്നെ ഒരു ഗുണം അപ്പച്ചനുണ്ടായിരുന്നു, കടലിൽ കൊണ്ടിട്ട് രക്ഷപ്പെടുമെന്നുള്ളത് അറിയാമായിരുന്നു. കാരണം ജോലി ചെയ്യാൻ പഠിപ്പിച്ചു നന്നായി. അപ്പൊ നമ്മൾ മക്കളെ വളർത്തുമ്പോൾ ഇക്കാര്യങ്ങൾ അവർക്ക് കഴിവുണ്ടെന്നുള്ള കാര്യം നമ്മൾ അത് മാനിക്കണം. അവരെ കൊണ്ട് ചെയ്യിക്കണം കാര്യങ്ങൾ, അവരെ തെള്ളി വിടണമെന്ന് ഞാൻ പറയും. പക്ഷെ അപ്പച്ചൻ ചില കാര്യങ്ങൾ ചെയ്തു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, മിഡിൽ സ്കൂൾ പാസ്സായി കഴിഞ്ഞിട്ട് ഹൈസ്കൂളിലേക്ക് പോകണം, അത് അഡ്മിഷൻ എടുക്കണം. ഇപ്പോഴത്തെ പോലെയല്ല, GC ഒക്കെ വാങ്ങിച്ച് ഞാൻ രാവിലെ പറഞ്ഞു, അപ്പച്ചാ ഇന്ന് അഡ്മിഷൻ എടുക്കണം, വണക്കോടെ ഇപ്പോൾ പഠിക്കണം, പോയി അഡ്മിഷൻ എടുക്കും, ഞാൻ എന്ത് ചെയ്യണമെന്ന്. അപ്പച്ചൻ കൂടെ പറഞ്ഞു, ഞാൻ ആരുടെയും കൂടെ വരില്ലല്ലോ, എനിക്ക് എൻ്റെ ആവശ്യമില്ലല്ലോ, എനിക്ക് പഠിക്കുന്നത് നീ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെയാണ് 8ാം ക്ലാസ്സിൽ പോയി അഡ്മിഷൻ എടുത്തത്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴും അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ചാ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ ഞാനെന്ത് ചെയ്യണം, കാശ് ഞാൻ തരാം ഫീസ്. അപ്പച്ചനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഞാനല്ല പഠിക്കുന്നത്, നീ ഇല്ലേ പഠിക്കുന്നത്, ഞാൻ തന്നെയാണ് പോയത്. എന്നിടത്തെല്ലാം ആദ്യം ചോദിച്ചത് നിന്റെ അപ്പനെന്ത് ചെയ്യുന്നത്. പിന്നെ അതിനുള്ള ഉത്തരം കൊടുക്കാൻ എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിനുള്ള ഉത്തരം കൊടുത്തു, കാര്യങ്ങൾ നാടിപ്പോവുകയും ചെയ്തു. അപ്പൊ ചില കാര്യങ്ങളിൽ അപ്പച്ചൻ എന്നെ നിർബന്ധിച്ച് ചെയ്യിച്ചു, ചില കാര്യങ്ങളിൽ എനിക്ക് കഴിവുണ്ടെന്ന് അപ്പച്ചൻ സമ്മതിക്കുകയും. അപ്പോ ഇതൊരു പ്രോബ്ലമാണ്. അപ്പൊ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി പറയുമ്പോൾ അവരുടെ മെച്യൂരിറ്റി നാം മെഷർ ചെയ്യണം, നാം അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. നാം വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പക്വത അവർക്കുണ്ട് എന്നുള്ളതാണ് എപ്പോഴും സത്യം. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കഴിവും പ്രാപ്തിയും നിങ്ങളുടെ മക്കൾക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. ഓരോ തലമുറ കഴിയുമ്പോഴും കുഞ്ഞുങ്ങളുടെ കഴിവ് വർദ്ധിച്ചു വരുന്നത്. എനിക്കറിയാൻ വയ്യാത്തത് ഇന്ന് 3 വയസ്സുള്ള കൊച്ചുങ്ങൾക്ക് എനിക്കിപ്പോഴും ഒരു സ്മാർട്ട് ഫോൺ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ല. എൻ്റെ ഏറ്റവും വലിയ കൊച്ചുമോനാ ജോഹാന, 3 വയസ്സേ ഉള്ളൂ. അവനെ കൊടുത്ത് അവന് അപ്പൊ ചെഞ്ഞോട്ട് വരും, അവനടുത്ത് അവനത് അറിയാം. അപ്പൊ ഞാനാണോ അവനൊന്നും ഇവിടെ. ചില കാര്യങ്ങളിലേ അവർക്ക് ആ അഡ്വാൻസ്മെന്റ്, അത് നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിക്കണം. പിന്നെ ചെറുപ്പക്കാർക്കുള്ളതായിരിക്കുന്ന ഒരു പ്രോബ്ലം എല്ലാവർക്കും ഉള്ളതാണ്, ഇമോഷണൽ പ്രോബ്ലം. വളരെയധികം വൈകാരികമായ സമ്മർദ്ദങ്ങൾ അവർക്കുണ്ട്. വൈകാരിക സമ്മർദ്ദങ്ങൾ, ടെമ്പറമെന്റൽ പ്രോബ്ലംസ്, മൂഡ് വേരിയേഷൻസ്, അതുപോലെ തന്നെ അവരുടെ ജന്മപ്രകൃതം സംബന്ധിച്ചത്, വ്യക്തിത്വം സംബന്ധിച്ചത്, ഇങ്ങനെയുള്ള വിഷയങ്ങളിലുള്ളതായിരിക്കുന്ന ഒരുപാട് ഇമോഷണൽ പ്രോബ്ലംസ് അവർക്ക്. പെട്ടെന്ന് കരയുന്ന പിള്ളേരുണ്ട്, വെറുതെ മൂടിയായിട്ടിരിക്കുന്നവരുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. എന്താ മോനെ വിഷമിച്ചിരിക്കുന്നു ചോദിച്ചാൽ അവർക്ക് അവരുടേതായ പ്രോബ്ലംസ് ഉണ്ട്. അത് കണ്ടെത്തി അവരെ സഹായിക്കേണ്ടത് നമ്മൾ ആവശ്യമാണ്. അതിന് അവരെ എഡിയറ്റാന്ന് വിളിച്ചിട്ട് കാര്യം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. മൂഡ് വേരിയേഷൻസ് ഒക്കെ ഉണ്ട്, ജന്മന തന്നെ ഉള്ളതായിരിക്കുന്ന ആളുകൾ. ചില മെലങ്കോളിക് ടെമ്പറമെന്റ് ഉള്ള ആളുകളാണ്, അവർക്ക് ഒരുപാട് മൂഡ് വേരിയേഷൻസ് വരും. ചില പിള്ളേരെ അങ്ങനെ വളരെ ഇൻട്രോവേർട്ടാണ്. ഇൻട്രോവേർട്ടായിട്ടുള്ള പിള്ളേർക്ക് ആളുകളെ പേടിയാണ്, ആളുകളിലൊക്കെ പോകാനും ഓപ്പൺ അപ്പ് ചെയ്യാനും ഒക്കെ അവർക്ക് പ്രയാസമാണ്. ചിലർ ഭയങ്കര സാൻഗ്വിനാണ്, അവർക്ക് ഒരു പ്രശ്നവുമില്ല, എവിടെയും പോയി ആരെടുക്കലും പോകും. ഞാൻ ഇവാനെ പറ്റി ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ്. ഇന്നലെ ഒരാൾ ഒന്ന് പറഞ്ഞു, അവന് സാൻഗ്വിനല്ല സാൻഗ്വിനാണ്. ഞാനും അവരും കൂടെ ശ്രീലങ്കയിൽ പോയി. ഇപ്പോഴും എന്നെ വിളിച്ചു ചോദിക്കും, ഇനി എന്നാ ഇവാൻ വരുന്നത്. അന്ന് കൊച്ചു തീർക്കുന്നായിരുന്നു. അത് അവൻ സാൻഗ്വിൻ. എല്ലാവരും എടുക്കേണ്ട ആളൊന്നുമില്ല. കയറി ചെന്ന് ഏതാരാളും മകളെ ആരാണ്, ആ മക്കളെത്രയുണ്ട്, ചേച്ചിയുടെ എങ്ങനെയുണ്ട് ആരോഗ്യം, അപ്പനുണ്ടോ അമ്മയുണ്ടോ, നമ്മൾ ചോദിക്കാത്തതായിരിക്കും 100,000 ചോദ്യം ചോദിച്ചു അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പിലേക്കും. അതൊരു ടെമ്പറമെന്റിന്റെ ഇതാണ്. പക്ഷെ അവർക്കും അവരുടേതായ പ്രോബ്ലം ഉണ്ട്. എല്ലാ ആളുകൾക്കും അത് ഇഷ്ടമല്ലേ. ചില ആളുകൾക്ക് ചെന്ന് അങ്ങനെ മക്കളുണ്ടെന്ന് വെച്ചാൽ എന്താണ് കല്യാണാലോചിക്കാൻ വന്നിരിക്കാന്ന് ചോദിക്കും. പിന്നെ പിടിച്ചിരിക്കാൻ കഴിയുമെന്നാണ് അതിന് ഉത്തരം പറയും.
അപ്പൊ ഇമോഷണൽ പ്രോബ്ലംസ് വലിയ പ്രോബ്ലമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇമോഷണൽ പ്രോബ്ലം ഉണ്ട്. പെട്ടെന്ന് കോപിക്കും, പെട്ടെന്ന് സങ്കടപ്പെടും, പെട്ടെന്ന് ചിരിക്കും, പെട്ടെന്ന് കരയും, പെട്ടെന്ന് അപ്സെറ്റ് ആകും, കഴിക്കില്ല, കുടിക്കില്ല, കുളിക്കില്ല, അങ്ങനെയൊക്കെ ഉള്ളത്, വീട് വിട്ട് ഇറങ്ങിപ്പോവും. ഇങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന ഒരുപാട് പ്രോബ്ലംസ് ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങൾക്കുണ്ട്. ആത്മഹത്യ ചെയ്യുന്ന എത്രയോ കുഞ്ഞുങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞു, എത്ര വയസ്സുള്ള കുട്ടി ആത്മഹത്യ ചെയ്ത്? 4ാം ക്ലാസ്സിൽ പഠിക്കും. 9 വയസ്സുള്ള കുഞ്ഞ് ആത്മഹത്യ ചെയ്ത്. 9 വയസ്സുള്ള ഒരു കുഞ്ഞ് ആത്മഹത്യ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ വയ്യ. അപ്പൊ ഈ കുഞ്ഞിന്റെ പ്രോബ്ലംസ് എന്താണ് അതിന്റെ മാതാപിതാക്കൾക്കോ അതിന്റെ ടീച്ചേഴ്സിനോ കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ലെന്ന്. നല്ല ടീച്ചേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ അവർ കണ്ടെത്തിയേനെ. കുട്ടി ക്ലാസ്സിൽ അറ്റൻഷൻ ഇല്ലാതെ ഇങ്ങനെ മൂടിയായിട്ടിരിക്കുന്നത് കാണുമ്പോൾ ക്ലാസ് കഴിഞ്ഞ് അവനെ വിളിച്ച് എന്താ മോനെ നീ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, നീ മൂടിയായിട്ടിരിക്കുന്നു, എന്താണ് നിനക്ക് പ്രശ്നം, വീട്ടിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ച് അറിഞ്ഞ് അവർ മാതാപിതാക്കളെ വരുത്തി ആവശ്യമായിരിക്കുന്ന കൗൺസിലിംഗ് കൊടുത്ത് രക്ഷിച്ചേനെ. 8 വയസ്സുള്ള അല്ലെങ്കിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 9 വയസ്സുള്ള 8 വയസ്സുള്ള ഒരു കുഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞ് ചിന്തിക്കാവുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴുണ്ട്. കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളും ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ സ്പോർട്സ് ആൻഡ് റിക്രിയേഷണൽ പ്രോബ്ലംസ്. ഇന്നത്തെ കുഞ്ഞ് വലിയ കോമ്പറ്റേറ്റീവ് ഫീൽഡാണ്. സ്പോർട്സ്, ഗെയിംസ്, ഒരുപാട് ഇന്റലക്ച്വൽ ഗെയിംസ് ഉണ്ട്. ഇന്നത്തെ ഫിസിക്കൽ ഗെയിംസ് മാത്രമല്ല, ബുദ്ധി കൊണ്ട് ചെയ്യേണ്ട ഒരുപാട് ഗെയിംസ് ഉണ്ട്. അത് തന്നെ നമുക്കറിയില്ല. ചില പിള്ളേർക്ക് എന്താ ക്യൂബ ക്യൂബ എടുത്ത് ചും എന്ന് പറഞ്ഞാൽ എല്ലാം ശരിയാക്കും. നമ്മളതിനെ ഒരു മാസം ഇങ്ങനെ ഇരുന്ന് ആ കളർ നോക്കി ഈ കളർ നോക്കി നമുക്ക് അറിയില്ല. അവർക്കതറിയാം, നിമിഷം കൊണ്ട് അവർ ചെയ്യും. അവർക്ക് അതിന്റെ ഫോർമുല ഒക്കെ അറിയാം. അവർ അങ്ങനെയുള്ള ഗെയിംസ് ഒക്കെ ഒരുപാട് ഗെയിംസ്, വേർഡ് ഗെയിംസും സുഡോക്കോ ഒരുപാട് ഗെയിംസ് ഉണ്ടല്ലോ. ഇതൊക്കെ കളിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ ഇന്നത്തെ പിള്ളേരുടെ യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ചെറുപ്പത്തിലെ അവരെ അഭ്യസിപ്പിക്കാൻ മാതാപിതാക്കൾ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് അതിനുള്ളതായിരിക്കുന്ന സജ്ജീകരണങ്ങളുണ്ട്. അതൊക്കെ ചെയ്യണം. നമ്മുടെ കുഞ്ഞുങ്ങളല്ലെങ്കിൽ എന്ത് ചെയ്യും? അവർ ജീവിക്കുന്ന സമൂഹത്തിൽ അവർ പുറന്തള്ളപ്പെടും. യു ആർ ഗുഡ് ഫോർ നത്തിങ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ ഏബിളായിട്ട് വരേണ്ടത് വളരെ ആവശ്യമാണ്. ചിലർ ഓവർ ഇന്റലിജൻസ് ആണ്. അതിൽ അവരുടെ കഴിവിനപ്പുറത്തേക്ക് അവർ സ്ട്രെച്ച് ഔട്ട് ചെയ്യുമെന്ന് പറയും. സ്ട്രെച്ച് മസിൽസ് എന്ന് പറയും. നമ്മുടെ മസിൽസ് ടോൺ ഔട്ട് ചെയ്തു പോകും. അങ്ങനെയുള്ളവരുണ്ട്. അവർക്ക് കഴിവില്ലാത്തടത്തെ അവരെ കൊണ്ട് ഓടിക്കാനൊക്കെ ശ്രമിച്ചതായാൽ വലിയ പ്രശ്നമാണ്. എല്ലാ പിള്ളേരും ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ വാങ്ങാൻ ഒക്കുമോ? ഒരു ഒളിമ്പിക്സ് വരെ ചെല്ലുക എന്ന് തന്നെ പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അത് നേടിയില്ലെങ്കിൽ യു ആർ ഗുഡ് ഫോർ നത്തിങ് എന്ന് പറയരുത്. ചിലർ ഇൻട്രസ്റ്റഡേ അല്ല. എന്നെ പോലെയുള്ള ആൾ ഗെയിംസ് ആൻഡ് സ്പോർട്സിൽ ഇൻട്രസ്റ്റഡേ ആയിരുന്നില്ല. ഞാൻ ഒരു സ്പോർട്സിലും പങ്കെടുത്തിട്ടില്ല, ഒരു ഗെയിംസിലും പങ്കെടുത്തിട്ടില്ല. ആകെ ഒരു ഗെയിംസിലേ പങ്കെടുത്തുള്ളൂ. അത് എന്താ പറയുക, ചോക്ക് പീസസ് പറക്കുകയില്ലേ ചെറുപ്പത്തിൽ, 4ാം ക്ലാസ് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഏറ്റവും കൂടുതൽ ചോക്ക് പീസ് പറക്കുന്ന ആൾക്ക് ഞാൻ പറക്ക് ഒരുപാട് കൂട്ടി. ഞാൻ അടുത്തിരിക്കുന്ന നോക്കുമ്പോൾ 4 5 ഉള്ളൂ. ഞാൻ എൻ്റെ മുഴുവൻ അവന് കൊടുത്തു. അവന് ഫസ്റ്റ് കിട്ടി. അപ്പൊ എനിക്ക് എന്തോ ഒരു സന്തോഷം കിട്ടിയെന്നറിയോ അന്ന്. എൻ്റെ ജീവിതമായത് ഒരുത്തനെ ഞാൻ ഫസ്റ്റ് വാങ്ങിപ്പിച്ചു എന്നുള്ളത് എനിക്ക് ഭയങ്കര, അതൊക്കെ എൻ്റെ മെന്റാലിറ്റിയും എൻ്റെ ടെമ്പർമെന്റും അതാണ്. മറ്റുള്ളവരെ വളർത്തുക എന്നുള്ളതാണ് എൻ്റെ ടെമ്പർമെന്റ്. എനിക്ക് നേടുക എന്നുള്ളതല്ല. അപ്പൊ എനിക്ക് സന്തോഷം കിട്ടിയത്, എനിക്ക് സമ്മാനം കിട്ടിയ എനിക്ക് എന്ത് സന്തോഷമില്ല. ഞാൻ കൊടുത്തിട്ട് അവന് സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എടാ ഞാനാണ് നിന്നെ ഫസ്റ്റ് അടിപ്പിച്ചത്. അപ്പൊ അത് എൻ്റെ ടെമ്പർമെന്റുമായിട്ട് യോജിച്ചു പോകുന്ന ഒന്നാണ്. വീട്ടിൽ ചെന്ന് ഞാനിങ്ങനെ ചെയ്യുന്നു പറഞ്ഞ പക്ഷെ അതാണോ ഗെയിം സ്പിരിറ്റ് ഇല്ല, അത് സ്പോർട്സ് സ്പിരിറ്റ് ഇല്ല, നീ അല്ലേ ഫസ്റ്റ് വാങ്ങും, നീ അവനെ ഫസ്റ്റ് വാങ്ങും. ഞാൻ പറയും അമ്മച്ചി അതല്ലേ നമ്മൾ ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതല്ലേ. അപ്പൊ നമ്മുടെ സ്പോർട്സ് അല്ല അവന്റെ സ്പോർട്സ്. അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിത്വത്തിന്റെ ഓരോ ഭാഗങ്ങളാണ്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കി വേണം ജീവിക്കാൻ. ചിലർക്ക് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ശരീരത്തിന് ശക്തിയില്ല, കാര്യമായ രോഗങ്ങളുണ്ട്, അതിനുള്ള ചികിത്സകളില്ല. ചെറുപ്പത്തിൽ TB ബാധിച്ച ആളുകളുണ്ട്, മറ്റനേക രോഗങ്ങൾ ബാധിച്ച ആളുകളുണ്ട്. മറ്റു പിള്ളേർ ഓടുന്നൊക്കെ കണ്ട് അവരിങ്ങനെ നോക്കി നിന്നവര് അവരുടെ കണ്ണിന് വെള്ളം കുടി, എന്നെ കൊണ്ട് സാധിക്കുന്നില്ലല്ലോ. പക്ഷെ അവർക്ക് ഡോക്ടറെ കാണിച്ച് അവർക്ക് രോഗമുണ്ടെന്ന് കൊണ്ട് ചികിത്സിച്ചിരുന്നെങ്കിൽ അവർക്ക് വലിയ സ്പോർട്സ്മാൻമാരായി തീർന്നു. പക്ഷെ അങ്ങനെ പേരൻസ് ഇല്ല, അങ്ങനെ പേരൻസിന് സഹായിച്ചില്ല. ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പൊ തന്നെ ഒരു പ്രായമാകുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവരെന്നും കണ്ണാടി നോക്കും, ഇങ്ങനെ നോക്കും വെച്ചോണ്ടിരിക്കുകയില്ല. ബ്ലെമിഷസ്, ആക്നേസ് ഇവിടെ ഇല്ല, അതിന് മരുന്ന്, ആ മരുന്ന്, ഈ മരുന്ന്. ദേ സോ കോൺഷ്യസ് അബൌട്ട്. അപ്പൊ അവരുടെ പേരൻസ് അവരെ സഹായിക്കണം. ആ പ്രായത്തിൽ അവരുടെ സൗന്ദര്യം എന്ന് പറയുന്നത് പെൺകുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫേസ് മുഴുവൻ ബ്ലെമിഷ് ഉള്ളതായിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയുടെ മാർക്കറ്റിൽ വളരെ ഇടിവുണ്ട്.
അതുകൊണ്ട് അവർ അതിനുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യും. പേരൻസ് അത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അവർക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകും. എന്നെ ആർക്കും വേണ്ട, എന്നെ എല്ലാവരും എന്ന്. ആൺപിള്ളേർക്കാണെങ്കിൽ ഇത്രയും കുഴപ്പമില്ല, എങ്കിലും അവർക്കും ഉണ്ടാകും പ്രശ്നം എന്ന് പറയുന്നത്. ഒരു പ്രായമായിട്ട് മീശ കിളിച്ചില്ലെങ്കിൽ ആൺപിള്ളേർക്ക് എന്തൊരു പ്രയാസമായിരിക്കും. എത്ര പെൻസിൽ കൊണ്ടൊക്കെ കറുപ്പിച്ചെന്ന് പറഞ്ഞാലുമേ ഇന്നത്തെ മാർക്കറ്റിലൊന്നും അത് പോകില്ല. അപ്പൊ ഇതൊക്കെ യാഥാർത്ഥ്യത്തിന്റെ പ്രശ്നമാണ്. പിന്നെ അവർ പേര് വിളിക്കാൻ തുടങ്ങും, ഓരോ പേര് അല്ലെ, പേര് വിളിക്കാൻ തുടങ്ങും. അതെ, അങ്ങനെ തന്നെ പെൺകുട്ടികളും അങ്ങനെയാണ്. അവരുടെ ശരീരത്തിന്റെ ഡെവലപ്മെന്റ് പ്രായത്തിന് തക്കവണ്ണം ആയില്ലെങ്കിൽ അവർക്കും അവരുടേതായിരിക്കുന്ന സ്ട്രെയിൻ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ട്, അങ്ങനെയുള്ളതായിരിക്കുന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നോക്കണം. വെയിറ്റ് പ്രോബ്ലം ഉണ്ട്, മെന്റൽ ഹെൽത്തിന്റെ പ്രോബ്ലം ഉണ്ട്, ഫിസിക്കൽ ലിമിറ്റേഷൻസ് ഉള്ളവരുണ്ട്, അംഗവൈകല്യങ്ങൾ ഉള്ളവരുണ്ട്, ആളുകളൊക്കെ ഉണ്ട്. ഇവരെല്ലാം സമൂഹത്തിൽ ജീവിക്കേണ്ടവരാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്നതായിരിക്കുന്ന പ്രോബ്ലംസ്. എന്നാൽ ഈ ശലോമം പറയുന്നത് നിങ്ങളുടെ ഹാർട്ട് കാത്തുകൊള്ളണം, ഹൃദയം കാത്തുകൊള്ളണം. അവിടെയാണ് തിങ്കിങ്, ചിന്ത അവിടെയാണ്, വികാരം അവിടെയാണ് ഉള്ളെടുക്കുന്നത്. അപ്പൊ പ്രോപ്പർ അല്ലാത്ത വികാരങ്ങളോ പ്രോപ്പർ അല്ലാത്ത ചിന്തകളോ ഫീലിങ്സോ ഉണ്ടായാൽ അത് നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയും എന്നാണ് പറഞ്ഞത്. മോറൽ പ്രോബ്ലംസ് നമുക്കറിയാം ഇന്ന് ധാരാളം. ഓവർ പ്രൊഡക്ഷൻ ഓഫ് സർട്ടൻ ഹോർമോൺസ്, ചില ഹോർമോണുകളുടെ അമിതമായിരിക്കുന്ന പ്രവർത്തനം അവർക്ക് അവരുടെ വികാരങ്ങളിൽ, ഫോർ എക്സാമ്പിൾ ലൈംഗിക ഹോർമോൺസ് ഉണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും. അതിന്റെ ഓവർ പ്രൊഡക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്ത് ചെയ്യാനൊക്കും? ദാറ്റ്സ് എ ബിഗ് മേജർ പ്രോബ്ലം. എന്നെ ഒരാൾ വിളിച്ച് പറഞ്ഞു, അവരുടെ ഭർത്താവിന്റെ സഹോദരനും ഭാര്യയും ഗൾഫിലാണ്, അവർക്കൊരു മകനുണ്ട്, 4-5 വയസ്സേ ഉള്ളൂ. ആ മകനെ നോക്കാൻ ഇവരെ ഏൽപ്പിച്ചു. ഒരിക്കൽ എനിക്കൊരു കോൾ കിട്ടി, ബ്രദറെ ഞങ്ങൾക്കൊരു ഭയങ്കര പ്രോബ്ലം ഉണ്ട്, എന്താ എന്നെ സഹായിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറയും പ്രശ്നം പറയാൻ പറഞ്ഞു. ഈ 4 വയസ്സുള്ള ഈ കുട്ടി ഒരു 18-20 വയസ്സുള്ള ഒരു കുട്ടിയായിട്ടാണ് പെരുമാറുന്നത്. ആ വീട്ടിൽ ഒരു സ്ത്രീക്ക് ഒരു പെൺകുട്ടിക്കും വരാനൊക്കില്ല, ഈ ആന്റിക്ക് പോലും ഒക്കില്ല. ഞാൻ പറഞ്ഞ അവര് ഹോർമോൺ, അവര് പല ഡോക്ടർമാരെ കാണിച്ചു. അപ്പൊ അവരൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ അവർ പറഞ്ഞു. അതൊന്നും ശരിയായിരുന്നു. ഞാൻ പറഞ്ഞ അവന് ഹോർമോൺ ഓവർ പ്രൊഡക്ഷൻ ആണ്, അതുകൊണ്ട് നിങ്ങൾ ഹോർമോൺ സംബന്ധിച്ച് ചികിത്സിക്കുന്ന ഒരു ഡോക്ടറെ ചെന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പരിശോധിച്ചപ്പം ഒരു 20 വയസ്സുള്ള ആൾക്കുണ്ടാകേണ്ട ഹോർമോണാണ്, സെക്സ് ഹോർമോണാണ് ഇവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 4 വയസ്സുള്ള. ഡോക്ടർ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാനൊക്കില്ല, കാരണം ഞാൻ ഇവൻ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ഹോർമോൺ പ്രൊഡക്ഷൻ നിന്ന് പോകും, പിന്നെ അവന് ഓപ്പോസിറ്റ് ഇതിലേക്ക് പോയി അത് വലിയ ഡേഞ്ചറായിട്ട് അവൻ്റെ ഭാവിക്ക് വരും, പിന്നെ എന്ത് ചെയ്യാനൊക്കും? പിന്നെ ഞാൻ പറയും നിങ്ങൾ അപ്പനെയും അമ്മയും വിളിച്ച് അവരെ കൊച്ചിനെ ഏൽപ്പിക്കുക, അവർ നോക്കട്ടെന്ന് പറഞ്ഞു. ഡോക്ടർമാർക്ക് കുറച്ച് കഴിയുമ്പോൾ ക്രമേണ വല്ല മരുന്ന് കൊടുത്ത് കൺട്രോൾ ചെയ്യും. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്, നടന്നൊരു ഉദാഹരണം പറഞ്ഞു. 4 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഒരു 18 വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളും ആ കുട്ടി ഇടപെടും. അപ്പൊ എന്ത് ചെയ്യും? അപ്പനോടും അമ്മയോട് പറഞ്ഞിട്ട് അവർ വിശ്വസിച്ചില്ല. 2 ദിവസം അവരൊന്ന് കൂടെ താമസിച്ചപ്പോഴേ അവർക്ക് മനസ്സിലായ കാര്യം. അപ്പൊ അങ്ങനെയുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങൾ അതാ ഞാൻ പറഞ്ഞ ഓവർ പ്രൊഡക്ഷൻ ഓഫ് സർട്ടൻ ഹോർമോൺസ്. പിന്നെ ബാഡ് ഹാബിറ്റ്സ്, ചെറുപ്പത്തിൽ അബ്യൂസ് ചെയ്തതായിരിക്കുന്ന ആളുകളുണ്ട്. കുഞ്ഞുങ്ങൾ 2 വയസ്സുള്ള കുഞ്ഞുങ്ങളെയും 3 വയസ്സുള്ള കുട്ടികളെയും അബ്യൂസ് ചെയ്യുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. അങ്ങനെയുള്ളതായിരിക്കുന്ന അബ്യൂസ് ചെയ്ത കുഞ്ഞുങ്ങളൊന്നും ചില പേരൻസിനോട് പറയില്ല. അവർക്ക് വളർന്നു വരുന്ന കാലത്ത് അവർക്ക് ഭയങ്കര ഇമോഷണൽ പ്രോബ്ലം ഉണ്ട്. അത് കുറച്ച് കഴിയുമ്പോഴാണ് അത് പല നിലയിൽ വെളിപ്പെടുന്നത്. പിന്നെ അതിനൊക്കെ വളരെ സിസ്റ്റമാറ്റിക് കൗൺസിലിങ്, നല്ല സൈക്കോളജിസ്റ്റിലൊക്കെ കൊണ്ടുപോയി കൗൺസിലിങ് കൊടുക്കണം, കൊടുത്ത് ഒക്കെ വേണം. അതൊരു സെക്യൂർ കൗൺസിലറാണെങ്കിൽ അവർ സ്പോയിൽ ചെയ്യും. നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ബിബ്ലിക്കൽ കൗൺസിലേഴ്സ് ആണെങ്കിൽ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഒരു നോർമൽ മാനായിട്ട് നോർമൽ വുമനായിട്ട് വളർത്തിയെടുത്ത് വരാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ വിചാരിക്കുന്ന ചോറും കൊടുത്ത് ഫീസും കൊടുത്ത് ഉടുപ്പും വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞാൽ, നിങ്ങളുടെ ഉത്തരവാദിത്തം ഒന്നും കഴിയുന്നില്ല കേട്ടോ. അതൊന്നും അല്ല ഇന്നത്തെ ഉത്തരവാദിത്തങ്ങൾ. ഇന്നത്തെ മക്കളെ വളർത്തുന്നത് അതൊന്നും പോരാ. പിള്ളേർ സ്കൂളിൽ നിന്ന് വന്ന് നേരെ മുറി കയറി കഥവ് അടച്ചിരിക്കും, നിങ്ങൾ വിചാരിച്ചോണം there is problem. ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൾ ഉടനെ അടുക്കളയിൽ വന്ന് മമ്മിയിലേക്ക് വന്ന് എന്തുകൊണ്ട് മമ്മിയെ ചോദിച്ചു, എന്നെ സഹായിക്കണമെന്ന് ചോദിച്ചു. ചെറുക്കനാണെങ്കിലും അവൻ അടുക്കളയിൽ ചെല്ലും, അമ്മയോട് ചോദിക്കും, അല്ലെ അപ്പനുണ്ടെങ്കിൽ ചോദിക്കും, ചേട്ടനുണ്ട് ചോദിക്കും. ഇതൊന്നും ഇല്ലാതെ അകത്തെ മുറി കയറി ഉടക്കി വിചാരിച്ചുള്ളൂ ഹി ഈസ് ഗോയിങ് ത്രൂ സം വെരി സീരിയസ് പ്രോബ്ലം. അതൊക്കെ അറിയണം നമ്മൾ. പ്രായോഗികമായി പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ അഭിമുഖീകരിക്കുന്ന പ്രോബ്ലംസ് ഒന്ന്, ഓവർ സ്ട്രിക്റ്റ് പേരൻസ്. അങ്ങോട്ട് തിരിയാൻ നോക്കില്ല, ഇങ്ങോട്ട് തിരിയാൻ നോക്കില്ല, ഓടാൻ നോക്കില്ല, ചാടാൻ നോക്കില്ല, കിണറ്റിടക്കിലേക്ക് പോകാൻ നോക്കില്ല, പന്ത് കളിക്കാൻ നോക്കില്ല. ചില ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പേരൻസ് ഉണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് റിബല്യസ് ആയിട്ട് റിബല്യസ് ആയിട്ട് വരും, അല്ലെങ്കിൽ അവരൊന്നും കഴിവില്ലാത്ത പ്രാപ്തി ഇല്ലാത്തവരായിട്ട് വരും. അല്ലെങ്കിൽ എന്താണ്, പെർമിസീവ് പേരൻസ് ഉണ്ട്, എന്ത് വേണം ചെയ്തോളാം, ഇറക്കി വിട്ട് കയറൂരി വിട്ട് പിള്ളേർ കാളക്കുട്ടിയെ പോലെ കഴിച്ചു വിട്ടേക്ക്. ആ പിള്ളേരൊക്കെ ചെന്ന് ഇവിടെ എല്ലാം എന്തെല്ലാം പാപത്തിലും എന്തെല്ലാം
തെറ്റായ കാര്യങ്ങളിലുമാണ് ചെല്ലുന്നത്. ഓവർ പെർമിസീവായ വളരെ പ്രയാസം. തോന്നിയ പോലെ ജീവിക്കുന്ന ഒരു സഹോദരനെ ഞാൻ കണ്ടു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്റെ സഹോദര, നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളെ ശിക്ഷിച്ചല്ലേ വളർത്തിയെന്ന് ചോദിച്ചു. ഇയാളുടെ ജീവിതം കണ്ടുകൊണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, സഹോദര, എൻ്റെ അപ്പന് ഞങ്ങളെ സ്വാതന്ത്ര്യം തന്ന. ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുമ്പോൾ ചിലപ്പോൾ ഒരാഴ്ചയോ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു വരും. സ്കൂൾ വിട്ട് കഴിയുമ്പോൾ ഏതെങ്കിലും കൂട്ടുകാരോടൊക്കെ അങ്ങ് പോകും. അപ്പൊ സന്ധ്യയാകുമ്പോൾ അമ്മ പറയും, കൊച്ചു വന്നില്ലല്ലോ. അപ്പം പറയും, എടി ജീവനോട്ടിരിപ്പുണ്ട്, എന്നെങ്കിലും ചത്തെങ്കിൽ പിന്നെ നമ്മൾ അന്വേഷിച്ച് പോയിട്ട് എന്ത് ചെയ്യാൻ? അത് ആരെങ്കിലും കുഴിച്ചിട്ടു. എന്നെ അങ്ങനെ വളർത്തിയെന്ന് പറഞ്ഞു. ആ വളർത്തൽ ഇന്നും ഒരു പ്രോബ്ലം. ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഇന്നും പ്രോബ്ലം. യാതൊരു അച്ചടക്കവും ഇല്ല. അങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്. എൻ്റെ ഇപ്പം നേരെ തിരിച്ചായിരുന്നു, ഓവർ സ്ട്രിക്റ്റ് ആയിരുന്നു. സ്കൂൾ വിട്ട് അപ്പച്ചൻ പറഞ്ഞ് 1 മണിക്കൂറിനോട് തിരിച്ചെത്തേണ്ടതാണ്. 1 മണിക്കൂറിനോട് 5 മിനിറ്റ് കൂടെ മോഡറേഷൻ തരും. 5 മിനിറ്റ് കഴിഞ്ഞ് ചൂരപടി എടുത്ത് അപ്പച്ചൻ റോഡിൽ സ്കൂളിൽ വരുന്ന വഴി അങ്ങോട്ട് നടക്കും. ഇവിടെ വെച്ച് കണ്ടുമുട്ടുന്നു, അവിടുന്ന് പ്രകടനം തുടങ്ങും വീട്ടിൽ വരെ. അപ്പൊ അത് കിട്ടാതിരിക്കാനായിട്ട് നമ്മൾ ആ കൃത്യസമയത്ത് വീട്ടിലെത്തിയിരിക്കും. അത് നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് തീർന്നു. ഇവിടെ പോലും കൃത്യസമയത്ത് എത്തണം, കാരണം അവോയ്ഡ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ തെറ്റായിരിക്കുന്ന വഴികളാണെന്ന് ഞാൻ പറഞ്ഞു. ഇതൊക്കെ തെറ്റായിരിക്കുന്ന വഴികളാണ്. സിബ്ലിംഗ് റൈവൽറി അല്ലേ? സിബ്ലിംഗ് റൈവൽറി എന്ന് പറഞ്ഞാൽ എന്താ? സഹോദരി സഹോദരങ്ങൾക്ക് മധ്യയുള്ള മത്സരം. അപ്പൻ ചേട്ടനെ കൂടുതൽ സ്നേഹിക്കുന്നു, വിളയോട് സ്നേഹമാണ്, എന്നോട് ഇത്ര സ്നേഹമല്ല. അവന് കൂടുതൽ മാർക്ക് കിട്ടുന്നവനോട് ഇഷ്ടമാണ്, എനിക്ക് എത്രയും മാർക്ക് കിട്ടുന്നത് എന്നോട് ഇഷ്ടമല്ല. അങ്ങനെ ഇങ്ങനെയുള്ള റൈവൽറി ഒരുപാട് വീടുകളിലുണ്ട്. പേരൻസ് വളരെ ബുദ്ധിയുള്ള പേരൻസ് ആണ്, കുഞ്ഞുങ്ങളെ എല്ലാം ഒരുപോലെ സ്നേഹിക്കും. മനസ്സിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അത് കാണിക്കുകയില്ല. മനസ്സിൽ വ്യത്യാസമുണ്ട്. ഒരു 2-3 പിള്ളേരുള്ള ഒരു വീട്ടിൽ, 2 പിള്ളേരുള്ള ഒരു വീട്ടിൽ ഒരു കുട്ടിയോട് കൂടുതൽ സ്നേഹമാണ് എന്ന് മാതാപിതാക്കൾ കാണിച്ചാൽ അത് വളരെ തെറ്റാണ്. സ്നേഹം എനിക്ക് കിട്ടുന്നില്ലെന്ന് വിചാരിക്കുന്ന കുട്ടി അതിന് പ്രതികാരം ചെയ്യും. കയ്യനും ഹാബേലും തമ്മിലുള്ളതായിരിക്കുന്ന പ്രശ്നം അതായിരുന്നു. ദൈവത്തിന് ഹാബേലിനോട് കൂടുതൽ ഇഷ്ടമാണെന്ന് തോന്നി. അപ്പോൾ കയ്യൻ എന്ത് ചെയ്തു? അവനെ തകർത്ത് കളഞ്ഞു. ദൈവത്തിന്റെ സ്ഥാനത്ത് പേരൻസ് ആയിരിക്കും. പേരൻസിനോട് കൂടുതൽ ഇഷ്ടമാണ്, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കാണിക്കരുത്. റൈവൽറി വരാത്ത വിധത്തിൽ വേണം അവരെ വളർത്തിക്കൊണ്ട് വരാൻ. ഇതൊക്കെ പ്രായോഗികമായിരിക്കുന്ന വിഷയങ്ങളാണ്. അൺകെയറിങ് പേരൻസ് ഉണ്ട്, എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. അന്യോന്യം പിള്ളേർ തലതല്ലി കയറിയാലും മിണ്ടാത്ത പേരൻസ് ഉണ്ട്. അതൊന്നും സാധിക്കില്ല. പേരൻസ് കുഞ്ഞുങ്ങൾക്ക് സ്നേഹം കൊടുക്കുകയും വേണം, അച്ചടക്കം ഡിസിപ്ലിൻ കൊടുക്കുകയും. അവരെ തെറ്റെന്താണെന്ന് മനസ്സിലാക്കി ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിക്കുകയും ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിക്കുകയും പ്രോത്സാഹിപ്പിക്കേണ്ടടുത്ത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഇതെല്ലാം ഒരുപോലെ അവർക്ക് കൊടുത്തില്ലെങ്കിൽ അവരുടെ വ്യക്തിത്വം ഒരിക്കലും രൂപപ്പെട്ടു വരികയില്ല. അതുപോലെ തന്നെയാണ് ഫാമിലി സെപ്പറേഷൻസ്. ഇപ്പൊ ഇന്ന് ഡിവോഴ്സ് ഒക്കെ നടക്കുകയാണ്. അമ്മ വേറെത്തിനോട് പോയി, അപ്പനാ മക്കളെ വളർത്തുന്നത്. അല്ലെ അമ്മയും അപ്പനും വേറിഞ്ഞോ, ഒരു കുട്ടി അമ്മയുടെ കൂടെയും പോയി, ഒരു കുട്ടി അപ്പൻ്റെ കൂടെയും പോയി. എന്റെ സ്ഥിതിയാ വിചാരിച്ചിരുന്ന് ധാരാളം ഉണ്ടെന്ന്. അപ്പനും വേണ്ട അമ്മയ്ക്കും വേണ്ട, വലിയപ്പനും വലിയമ്മയ്ക്ക് കൊടുക്കുന്നവരുണ്ട്, ചില അനാഥശാലയ്ക്ക് പിള്ളേരെ കൊടുക്കുന്നവരുണ്ട്. ചിലരോട് ചോദിച്ചിട്ടുണ്ട്, നിന്റെ അപ്പനും അമ്മയില്ല? എനിക്ക് അപ്പനും അമ്മയില്ല. എന്ത് ചെയ്യാ? അവര് അപ്പൻ ഒരുത്തിയും കൊണ്ട് പോയി, അമ്മ ഒരുത്തിനെയും കൂടെ പോയി. ഞങ്ങളെ ആർക്കും വേണ്ട. പിന്നെ നിങ്ങളെ ആരാ വളർത്തുന്നത്? ഞങ്ങളെ ഒരു അനാഥശാലയ്ക്ക് കൊടുത്തിരിക്കും. നിങ്ങൾ എവിടെയാ ഉള്ളത്? അപ്പൊ ആ കുഞ്ഞുങ്ങളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാനായിട്ട് കഴിയും? ഇതൊക്കെ യാഥാർത്ഥ്യം. ഇന്നത്തെ ലോകത്ത് ഇതൊക്കെ യാഥാർത്ഥ്യം. അതുപോലെ ചെറുപ്പക്കാർക്ക് അവരുടേതായ ഒരുപാട് തെറ്റായ ഹാബിറ്റ്സ് ഉണ്ട്. പോർണോഗ്രാഫി ഒരുപാട് വാച്ച് ചെയ്യുന്നവരുണ്ട്. മാസ്റ്റർബേഷൻ മുതലായ പ്രോബ്ലംസ് അമിതമായി അതിനൊക്കെ അഡിക്റ്റഡ് ആയിട്ടുള്ളവരുണ്ട്. അതുപോലെ ഓവർ ഈറ്റിംഗ് പ്രോബ്ലം ഉള്ളവരുണ്ട്. ഇമോഷണൽ പ്രോബ്ലം കൊണ്ട് ചുമ്മാതെപ്പോഴും തിന്നുകൊണ്ടിരിക്കും. അതുപോലെ പ്രോപ്പർ ആഹാരം കഴിക്കാത്തവരുണ്ട്. ശരീരത്തെ ക്ലീനായി സൂക്ഷിക്കാത്തവരുണ്ട്. ഓവർ കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഒരുപാട് വിധത്തിലുള്ളതായിരിക്കുന്ന ഹാബിറ്റ് റിലേറ്റഡ് പ്രോബ്ലംസ് ഇന്നത്തെ ചെറുപ്പക്കാർക്കുണ്ട്. ബോയ്സിനുമുണ്ട്, ഗേൾസിനുമുണ്ട്. അപ്പൊ ഇതെല്ലാം മാതാപിതാക്കളാണ് ഇതൊക്കെ കണ്ടെത്തുന്നത്, വേറെ ആരുമല്ല. പ്രൊവേർബ്സ് വായിച്ചു നോക്കിയാൽ അപ്പനല്ലേ മകന് കൊടുക്കുന്ന ഓരോ ഉപദേശങ്ങൾ വായിച്ചിട്ടില്ലേ? നമ്മുടെ കുടുംബാരാധനയ്ക്ക് പോലും ആ വേദഭാഗങ്ങൾ വായിക്കാൻ നമുക്ക് നടക്കണം. അതൊക്കെ അപ്പൻ മകനെ എന്ന് പറഞ്ഞിട്ട് പറയുന്നതായിരിക്കുന്ന കാര്യങ്ങളാണ്. മാതാപിതാക്കൾ കൊടുക്കേണ്ട ഉപദേശങ്ങൾ കൊടുക്കേണ്ട സമയത്ത് പ്രോപ്പറായിട്ട് കൊടുത്തില്ലെങ്കിൽ ആ മക്കൾ വളർന്നു വരുമ്പോൾ അവർക്ക് അതിൻ്റെതായിരിക്കുന്ന ഹാങ്ങപ്സ് ഉണ്ടാവും. സംശയമൊന്നുമില്ല. അപ്പൊ ചില കുഞ്ഞുങ്ങൾ എന്താ അങ്ങനെയൊക്കെ പോയെന്ന് നമ്മൾ വിചാരിക്കുമ്പം മാതാപിതാക്കൾ അവിടെയൊക്കെ പരാജയപ്പെട്ടത് കൊണ്ടാണ് അവർ പോയത്. അപ്പൊ അങ്ങനെ വരാനായിട്ട് പാടില്ല. അപ്പോ ഹാബിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ മനസ്സിലാക്കണം.
ഫൈനാൻസ് റിലേറ്റഡ് പ്രോബ്ലംസ് ഒരുപാട് ഭവനങ്ങളിലുണ്ട്. ആവശ്യത്തിന് പണമില്ലാത്തത്, അധികം പണമുള്ളത് കൊണ്ട്, ഉള്ള പണം ഉപയോഗിക്കാൻ പേരൻസ് സമ്മതിക്കാത്തത് കൊണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ്. ഒരു വിഭാഗത്തിന് ആവശ്യത്തിന് പണമില്ല, അവർക്ക് ഷർട്ട് വാങ്ങാൻ കാശില്ല, പാൻസ് വാങ്ങാൻ കാശില്ല, ഇങ്ങനെയുള്ള കാശൊന്നുമില്ല. അതുകൊണ്ട് അവർ ദാരിദ്ര്യത്തിൻ്റെതായിരിക്കുന്നുണ്ട്. ഇന്നത്തെ ചെറുപ്പക്കാരെല്ലാം അവരെ ഫാഷൻ അനുസരിച്ച് ഉള്ളതായിരിക്കുന്ന വസ്ത്രമൊക്കെ ധരിച്ച് വരുമ്പോൾ അതിനൊന്നും ഇല്ലാത്തതായിരിക്കുന്ന ഒരാൾക്ക് എന്തോ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, വളരെ കോംപ്ലക്സ് ഉണ്ടാകും. പക്ഷേ ഇവിടെ ചെന്ന അപ്പോൾ ചിലർ മോഷണത്തിന് പോകും, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾക്ക് പോകും കാശുണ്ടാക്കാനായിട്ട്. എങ്ങനെയെങ്കിലും ജീവിക്കണ്ടേ സമൂഹത്തിൽ. അതെ, വേറെ എല്ലാം അങ്ങനെയല്ല. ഓവർ ഇഷ്ടംപോലെ പേരൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗൾഫിലാണ് പേരൻസ്, മക്കളെ നാട്ടിൽ വല്യപ്പൻ്റെ കൂടാ. അപ്പനും അമ്മയ്ക്കും മക്കളെ വളർത്താൻ കഴിയുന്നതിനുള്ള കുറ്റബോധമുണ്ട്. ആ കുറ്റബോധം മേക്കപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? പണം. എല്ലാവരും എന്ത് ചോദിച്ചാലും ഉടനെ തന്നെ കൊടുക്കുക, എന്ത് ചോദിച്ചാലും ഉടനെ കൊടുക്കുക, ഇഷ്ടംപോലെ കാര്യം. പക്ഷെ അതിന്റെ ഡേഞ്ചർ എന്താണെന്ന് അറിയുന്നില്ല. എനിക്കറിയാവുന്ന ഒരാളുണ്ടായിരുന്നു, ഒരു നല്ല ഭക്തരായ മനുഷ്യരായിരുന്നു. അപ്പനും അമ്മയും ഒക്കെ. അവർ ഗൾഫിലായിരുന്നു. ഒരു മോനേ ഉള്ളൂ. അമ്മ ഇവിടെ മോൻ്റെ കൂടെ, അപ്പൻ ഗൾഫിൽ. ഇഷ്ടംപോലെ കാശ് ചോദിക്കുന്ന കാശെല്ലാം കൊടുക്കുമായിരുന്നു. അവന് 15-16 വയസ്സായപ്പോൾ അവൻ പറഞ്ഞു കാർ വാങ്ങിച്ചു തരണം. അമ്മ പറഞ്ഞില്ല, നിനക്ക് 18 വയസ്സാകട്ടെ, ലൈസൻസ് 18 വയസ്സുണ്ട്, അല്ല എനിക്കിപ്പോൾ കാർ വാങ്ങിച്ചു തരണം. അതെന്നെ ഒക്കില്ലെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ചാവുമെന്ന് പറഞ്ഞു. 15 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഫാനെ കെട്ടിയാന്ന് പറഞ്ഞു. എന്താ അവനങ്ങനെ ചെയ്തത്? അതുപോലെ അവൻ ചോദിച്ചതെല്ലാം കൊടുത്തു വന്നു. അവനോട് ആദ്യം പറഞ്ഞ നോയ്ക്ക് അവൻ മരിച്ചു. നോ എന്നൊരു ഉത്തരം സ്വീകരിക്കാൻ അവനെ കൊണ്ട് സാധിക്കുമായിരുന്നു. ഹി വാസ് എ സ്പോയിൽഡ് ചൈൽഡ്. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ധാരാളം ഉണ്ട്. പിന്നെ ഇക്കാലത്ത് ഡ്രഗ്സിന്റെ പ്രോബ്ലം. ഈ ഓരോ ഡ്രഗ്സ് ഒക്കെ എടുക്കണേ, ഒരു ഗ്രാമത്തിൽ ഒരു ശകലം വാങ്ങാൻ എത്ര രൂപ വേണം? അപ്പനെ തല്ലിക്കൊല്ലിയും വല്യപ്പനെ തല്ലിക്കൊല്ലിയും കാശ് ചോദിച്ചിട്ടേ അതിനൊക്കെ അഡിക്റ്റഡ് ആയിപ്പോ എന്ത് ചെയ്യും? അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരുപാട് പ്രോബ്ലം. പിന്നെ അവർക്കുള്ള വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് പ്രായോഗിക കാര്യമാണ്. നോട്ട് ഗെറ്റിംഗ് പ്രോപ്പർ ആൻസേഴ്സ് ടു ദിയർ പ്രോബ്ലംസ്. അവരുടെ പ്രശ്നങ്ങൾക്ക് ശരിയായ ഉത്തരങ്ങൾ കൊടുക്കാൻ ആരുമില്ല. അത് മോറൽ പ്രോബ്ലം ആകാം, സ്പിരിച്വൽ പ്രോബ്ലം ആകാം, സയന്റിഫിക് പ്രോബ്ലം ആകാം, ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലം ആകാം. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്തുകൊണ്ട്, എങ്ങനെ എന്നൊക്കെ മുതലായ ചോദ്യങ്ങൾക്ക് നീ ഒന്നും മിണ്ടായിരിക്കും. ഒരു ചോദ്യം കൊണ്ടുവന്നു എന്നെപ്പോഴും ഉത്തരം പറഞ്ഞാലേ കറക്റ്റ് അപ്രോച്ച്. ചില ചോദ്യങ്ങൾക്ക് അങ്ങനെയുള്ള ഉത്തരം നല്ലതാണ്. ദൈവത്തെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വരുമ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രോത്സാഹിപ്പിക്കാനൊക്കെ ഇല്ല. പറഞ്ഞ് മനസ്സിലാക്കണം. We are creatures cannot question creator. The gap between creator and creature is too big. Creator's mind and creature's mind, they are so different. A creature cannot hold the mind of the creator. ഒരു ബക്കറ്റ് വെള്ളം കടലിൽ നിന്ന് കോരാവുന്നല്ലാതെ കടലിലെ വെള്ളം മുഴുവൻ കോരിയെടുക്കാൻ ഒക്കെയില്ല. അപ്പൊ ചില സം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ, പക്ഷെ അവർക്ക് ചോദ്യം ചോദിക്കാൻ അനുവാദമില്ല. ചോദ്യം ചോദിച്ചാൽ അവരെ പുച്ഛിക്കുക, ശാസിക്കുക. അപ്പൊ അവർക്ക് they need answers for many questions. ചില ക്വസ്റ്റ്യൻസിന് പേരൻസ് ആൻസർ കൊടുക്കണം, ചില ക്വസ്റ്റ്യൻസ് ടീച്ചേഴ്സ് ആൻസർ കൊടുക്കണം. പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ they have a bunch of questions and no answers. അവർക്ക് there is no meaning, there is no purpose in life. അത് ഉത്തരങ്ങളില്ലാതെ വരുന്നു. അവോയ്ഡൻസ് പ്രോബ്ലം എന്ന് പറയുന്നത് വേറെ വലിയ പ്രോബ്ലമാണ്. അവരുടെ പ്രോബ്ലംസ് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ഫാമിലി അവരെ സീരിയസ് ആയിട്ട് കണക്കാക്കുന്നില്ല. അവരുടെ സിംറ്റംസ് ഒന്നും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകളുണ്ട്. ഈ അവോയ്ഡൻസ് പ്രോബ്ലം ഇസ് എ ബിഗ് പ്രോബ്ലം. പേരൻസിനെ അവോയ്ഡ് ചെയ്യും. സ്കൂൾ വിട്ട് വരുമ്പോൾ ദേ വരുന്ന ശല്യം, ഇനി തുടങ്ങും എന്ന് പറയുന്ന പേരൻസ് ഉണ്ട്. മക്കളെ കാണുമ്പോൾ ശല്യം ഇപ്പൊ തുടങ്ങും, ചോദ്യം, ആർഗ്യുമെന്റ്, വാദം. ഇവരെ കൊണ്ട് ഇവളെ കൊണ്ട് ഞങ്ങളെ അങ്ങ് മടുത്തു എന്ന് പറയുന്നതായിരിക്കുന്ന ആളുകളുണ്ട്. പിന്നെ പേഴ്സണാലിറ്റി റിലേറ്റഡ് പ്രോബ്ലംസ്. ഞാനിങ്ങനെ പ്രോബ്ലംസ് പറഞ്ഞങ്ങ് പോവുകയാണ്. അടുത്ത ആഴ്ചകളിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ വേറെ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. ഇന്നാഡിക്വേറ്റ് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി. വ്യക്തിത്വം വികസിക്കാത്തത് കൊണ്ട്, തെറ്റായ വികസനം ഉള്ളത് കൊണ്ട്, അനാരോഗ്യകരമായിരിക്കുന്ന വികസനം ഉള്ളത് കൊണ്ട്, തീരുമാനശേഷി ഇല്ലാത്തത് കൊണ്ട്, യുക്തി ജീവിതത്തിന്റെ ആത്യന്തികമായി കണ്ട് എല്ലാത്തിനെയും യുക്തി കൊണ്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ട്, അനുഭവത്തെ ആത്യന്തികമായി കണ്ട് എംപിരിസിസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ റാഷണലിസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ വൊല്യൂഷണൽ ഹാർഡ് ലൈനർ എന്ന് പറയും. എടുത്ത തീരുമാനം ആര് പറഞ്ഞാലും, എന്ത് യുക്തി കൊണ്ട് പറഞ്ഞാലും, എന്ത് പറഞ്ഞാലും ഞാൻ തീരുമാനിച്ച ഞാൻ പിടിച്ച കോയിലിന് 3 കൊമ്പുണ്ട്
എന്ന് പണ്ട് പറയും. ഇനി നിങ്ങൾ 4 മുയലിനും 4 കൊമ്പുള്ള മുയലിനെ കൊണ്ട് കാണിച്ചാലും ഞാൻ സമ്മതിക്കില്ല. ഞാൻ പിടിച്ചാലും 3 കൊമ്പുണ്ടെന്ന് സമ്മതിച്ചു. അങ്ങനെയുള്ളതായിരിക്കുന്നു. ഇതെല്ലാം ഈ പേഴ്സണാലിറ്റി റിലേറ്റഡ് പ്രോബ്ലംസ് ആണ്. ഇതൊക്കെ ചെറുപ്പത്തിലേ ഡെവലപ്പ് ചെയ്യുന്ന. പിള്ളേർ ചോദിക്കുന്നതെല്ലാം കൊടുക്കണം, കൊടുത്തില്ലെങ്കിൽ കിടന്ന് അവരെ വഴക്കുണ്ടാക്കും. അപ്പം അവസാനം കൊടുക്കും. അമ്മ എഴുതിയ പേനയ്ക്ക് വേണ്ടി വഴക്കുണ്ടാക്കും. പിന്നെ അവസാനം കേട്ട് അമ്മയെ തല്ലു ഇടിക്കും. എന്നാൽ ശല്യം എന്ന് പറഞ്ഞ് പേന കൊടുക്കും. അവൻ ജയിച്ചില്ലേ? അവന്റെ ഭാര്യ പഠിച്ചില്ലേ? ജീവിതത്തിൽ നേടണമെങ്കിൽ എന്ത് ചെയ്യണം? ദുശാഠ്യവും വേണ്ടി വന്ന അമ്മയെ തല്ലുകയും ഇടിക്കുകയും ചെയ്യുന്നത് മാത്രമേ ജീവിതത്തിൽ നേടാനായിട്ട് സാധിക്കൂ. കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ ഒരു ദിവസം പറയും വെടിവെച്ച് കളയുന്നു, തന്നില്ല, കൊന്നുകളയുന്നു. ഇതൊക്കെ ഉണ്ട്. അങ്ങനെയാണ് സമൂഹത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നത്. ചിലരെല്ലാം കരഞ്ഞാണ്, എല്ലാം കരഞ്ഞ് ദുർവാശി കിടന്ന് കരഞ്ഞ് പിള്ളേർ കൊച്ചിന് ശ്വാസം അങ്ങ് പോയെന്ന് പറയും. വേറെ കളിപ്പീരല്ലേ, കരഞ്ഞ് ശ്വാസം പോയി. അതൊക്കെ മുറിക്കാത്തിട്ട് കൂട്ടണം. അവിടെ കിടന്ന് കരഞ്ഞ് ശ്വാസം പോയി. 4 ദിവസം കരഞ്ഞു കഴിയുമ്പോൾ പിന്നെ പ്രശ്നം മാറി. പിന്നെ വാശിയില്ല, വൈരാഗ്യമില്ല. പിന്നെ അവൻ എന്ന് പറയും, മമ്മി ക്യാൻ ഐ പ്ലീസ്, മമ്മി ദയവേത് ഒരു പേന തരാമോ എന്ന് ചോദിക്കും. ഒക്കുകയില്ല. താങ്ക് യു പറയാൻ പോയി അവിടെ. അങ്ങനെ പഠിപ്പിക്കണം. അങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്. ദുർവാശി കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുകയാണോ? പല പേരൻസും അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടു. അവിടെ കിടന്ന് കാലിട്ടടിച്ച് കൈയിട്ടടിച്ചു. അവസാനം അമ്മ എന്ത് ശല്യം, ചെറുക്കൻ കൊണ്ടുപോകും. അവൻ വിജയിച്ചു. 4 പ്രാവശ്യം അവനത് ജയിക്കുമ്പോൾ അവന്റെ പാറ്റേൺ അവൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ദുർവാശി കൊണ്ടും മത്സരം കൊണ്ടും മാത്രമേ ഈ ലോകത്ത് ജയിക്കാനായിട്ട് സാധിക്കൂ. അപ്പനെ ആയാലും അമ്മയായാലും കുറച്ചിന്റെ ഡിഗ്രി കൂട്ടുവന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നിലെ ചത്തുകളയെന്ന് കുറച്ച് പറയും, അത് കഴിഞ്ഞ് കൊന്നുകളയെന്ന് പറയും. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ചെറുപ്പക്കാർ കൊല്ലുന്നതൊക്കെ. അതുകൊണ്ടാണ് ചെറുപ്പത്തിൽ അവരെ കൊടുത്ത് പഠിച്ചു. അവർ തന്നില്ലെങ്കിൽ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞ് പേടിച്ചു കൊടുത്തു. അവസാനം ഒരു ദിവസം കൊടുത്തില്ല, കൊല്ലുകയും ചെയ്തു. അല്ലേ ചാകും, പോയി ആത്മഹത്യ ചെയ്യും. കടലിൽ ചാടും, അല്ലേ എന്താ മാർഗമാണോ ഉപയോഗിക്കുന്നത് ആ മാർഗത്തിൽ ചെയ്യും. അപ്പൊ ഇതൊക്കെ ചെറുപ്പത്തിലെ മാതാപിതാക്കൾ അവരെ വളർത്തിക്കൊണ്ടുവരുന്ന തെറ്റായ ശീലത്തിൽ നിന്ന് വരുന്ന, ഒരു ദിവസം കൊണ്ടൊന്നും ഇതൊന്നും ഉണ്ടാകുന്നതല്ല. അപ്പൊ കുഞ്ഞുങ്ങളുടെ പ്രോബ്ലത്തെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യം. പിന്നെ കോംപ്ലക്സ് പ്രോബ്ലം ഉണ്ടല്ലോ, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരുപാട് കോംപ്ലക്സുകളുണ്ട്. എന്നെ കൊള്ളുകയില്ല, ഞാൻ എല്ലാവരും കളുമെടുക്കനാണ്, ഞാൻ സുന്ദരനാണ്, നിന്നെ കണ്ടാൽ കൊള്ളുകയില്ല, അല്ലെ എന്നെ ആർക്കും ഇഷ്ടമല്ല, എന്നെ കണ്ടാൽ കൊള്ളുകയില്ല. അതിൽ പേരൻസ് പറയും, പൊടി, നിന്നെ ആരുടെ കിട്ടുന്നത്? ആ കൊച്ചു വളർന്നുകൊണ്ട് വരുന്നത് എങ്ങനെയാണെന്ന് അറിയാം, എന്നെ ആരും കെട്ടുകയില്ല, എന്നെ കണ്ടാൽ ആർക്കും ഇഷ്ടമല്ല എന്നുള്ളതായിരിക്കുന്നതാണ്. അതിന്റെ ജീവിതകാലത്ത് അത് ആ കോംപ്ലക്സിൽ നിന്ന് പുറത്തു വരുന്നില്ല. എന്നെ പണ്ട് സിനിമക്കാർ പറഞ്ഞ പോലെ കറുത്ത പെണ്ണെ ഇങ്ങനെ കരിങ്കുഴലി നിനക്കുരുത്ത് കിഴക്കുതിച്ചു എന്നോട് പറഞ്ഞാൽ നിനക്കൊരു സുന്ദരം കിഴക്കുതിച്ചിട്ടുണ്ടടി, നിന്നെ അവൻ വൃത്തം ചെയ്തുകൊണ്ട് പോകുന്നു പറഞ്ഞാൽ അവിടെ ഒരു കോംപ്ലക്സ് വരും. ബ്ലാക്ക് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് അമേരിക്കയിലെ നീഗ്രോസ് പറയും. ബ്ലാക്ക് ഈസ് ബ്യൂട്ടിഫുൾ, കറുപ്പ് സൗന്ദര്യമുള്ളതാണ്. ദൈവം ലോകത്ത് കൂടുതൽ കറുത്ത ആളുകളെ സൃഷ്ടിച്ചത്. സൃഷ്ടാവായ ദൈവം കൂടുതൽ കറുത്തവരെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ ബ്ലാക്ക് ഈസ് ബ്യൂട്ടിഫുൾ, കറുത്തവർക്ക് ആ ബ്യൂട്ടി ഉള്ളത്, വെളുത്തവർക്കല്ല. വെളുത്തവരെ കണ്ട ചുമ്മാ ഇറച്ചിൽ നിറമല്ലേ. അമേരിക്ക ഡേർട്ടി വൈറ്റ്സ് എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞത് വൈറ്റിനും ബ്ലാക്കിനും യെല്ലോയ്ക്കും എല്ലാവർക്കും ബ്യൂട്ടി ഉണ്ട്. നമ്മുടെ ഒരു തെറ്റായിരിക്കുന്ന ധാരണയാണ് നമ്മൾ വെളുത്തവരാണ്, നമ്മുടെ ഇടയിലെ വെളുത്തവരാണ്. ഞാൻ വിചാരിച്ചു എന്റെ ഭാര്യ വെളുത്താന്നൊക്കെ വിചാരിച്ചിരുന്നത്. അതെ, കല്യാണം കഴിക്കുന്നവരെ ഞാൻ കണ്ടിട്ടൊന്നുമല്ല കല്യാണം കഴിച്ചെങ്കിലും പിന്നെ എനിക്ക് തോന്നി വെളുത്താന്നല്ലോ തോന്നി. എന്റെ 2ാമത്തെ മകളുടെ പ്രസവത്തിന് വേണ്ടി ആശുപത്രിയിൽ അവിടെ കൊണ്ടെടുത്തു. ചെന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ചെന്നപ്പോൾ അവരുടെ എഴുതിയിരിക്കുക, എ ബ്ലാക്ക് വുമൺ വാസ് അഡ്മിറ്റഡ് ഫോർ ഡെലിവറി അറ്റ് 6 PM. ഞാൻ പറഞ്ഞത് എന്റെയാന്ന് തോന്നുന്നില്ല സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ തന്നെയാന്ന് പറഞ്ഞു. വെളുത്താന്ന് പറഞ്ഞിരിക്കുക. അവര് കണ്ടപ്പോ വെറും കറുത്ത പെണ്ണ്. ഏതെ, ഒരു വ്യത്യാസവും. അന്ന് എനിക്ക് മനസ്സിലായി, ദി ബ്യൂട്ടി ഈസ് ഇൻ ദി ഐ ഓഫ് ദി ബിഹോൾഡർ. കാണുന്നവന്റെ കണ്ണിലാണ് ഇതൊക്കെ ഇരിക്കുന്നത്. കറുത്തതെന്നും വെളുത്തതെന്നും ഒക്കെ പറയുന്നത് വേറും കമ്പാരിറ്റീവ് ടെർമിനോളജിയാണ്. അതൊന്നും ആബ്സല്യൂട്ട് സ്റ്റാൻഡേർഡ്സ് അല്ല. ഈ ലോകത്തിൽ അങ്ങനെയൊന്നും. ദൈവം മനുഷ്യനെ ഉണ്ടാക്കി എങ്ങനെയാന്ന് കേട്ടിട്ടില്ലേ? കഥ കേട്ടിട്ടില്ലേ? നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലേ എങ്ങനെ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്? ദൈവം ആദ്യമായിട്ട് മനുഷ്യനെ ഉണ്ടാക്കുന്നത്. അപ്പൊ ദൈവം എന്ത് ചെയ്തു? മണ്ണ് കുഴിച്ചു, അങ്ങനെയൊക്കെ ആയി കണ്ണുകയൊക്കെ ആയിട്ട് ദൈവം അങ്ങനെ ഓവന്റെ അകത്തേക്ക് ഇട്ടു. ബേക്ക് ചെയ്തെടുക്കണമല്ലോ. ദൈവത്തിന് മനുഷ്യനെ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ദൈവം വളരെ വേഗം ഇഞ്ഞെടുത്തു. വെന്തില്ല, കണ്ടിട്ട് അതിങ്ങനെ വെളുവിളാന്നിരുന്നു. ആദ്യം പറയും, ഏതെല്ലാം ഉണ്ടാക്കി പോലെ എനിക്കിതിനെ ഇട്ടു എന്ന് പറഞ്ഞു. വെള്ളക്കാരെന്ന് പറയുന്നവരെല്ലാം അങ്ങനെ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ആൾ. ദൈവം 2ാമത് ഒരെണ്ണത്തിനെ ഉണ്ടാക്കി. ഇനി ഞാൻ നല്ല കറക്റ്റായിട്ട് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു.
ദൈവം പറഞ്ഞ പെട്ടെന്ന് എടുക്കില്ലെന്ന് പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞിടത്ത് കരി പോലെ കറുത്തു പോയി. ദൈവം പഠിച്ചിട്ട് പോയില്ല. അപ്പൊ അതാണ് ആഫ്രിക്കൻസ് എല്ലാം ദൈവം പറഞ്ഞ ആഫ്രിക്കയിൽ കൂട്ടണം. അത് കഴിയുമ്പോൾ ഇനി ഞാൻ 2ന്റെ ആവറേജ് സമയം എടുക്കുമെന്ന് പറഞ്ഞു. ദൈവം അങ്ങോട്ട് ഇട്ടു, മനുഷ്യനെടുത്തു. കണ്ടപ്പോ എന്നെ എടുത്തപ്പോ എന്നെ പോലെ ഇരുന്നു. കറുപ്പും അല്ല വെളുപ്പും അല്ല. ദൈവം പറഞ്ഞു ഇതാണ് ശരിയായ മോഡൽ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ഏഷ്യക്കാരും നമ്മൾ ഈ ബ്രൗൺ സ്കിന്നുള്ള ആളുകള് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ. ഈ കഥ വേറെ എങ്ങനെയൊന്ന് പറയരുത്, തല്ലുപിടിച്ച് പോരും കേട്ടോ. നമുക്ക് സത്യം അറിയാമല്ലോ ദൈവം എങ്ങനെ മനുഷ്യൻ ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞു ഇതൊക്കെ മനുഷ്യന്റെ ഒരു കാഴ്ചപ്പാടെന്നല്ലേ ഉള്ളൂ. ഇതൊക്കെ മനുഷ്യന്റെ ഒരു കാഴ്ചപ്പാടെന്നേ ഉള്ളൂ, അതിൽ കൂടുതലില്ല. എവരിബഡി ഈസ് ബ്യൂട്ടിഫുൾ. ലോകത്ത് സൗന്ദര്യം ഇല്ലാത്ത ആരുമില്ല. കാരണം സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു ആബ്സല്യൂട്ട് വാല്യൂ അല്ല, ഒരു കമ്പാരിറ്റീവ് വാല്യൂ, ഒരു റിലേറ്റീവ് വാല്യൂ. സൗന്ദര്യം എന്ന് പറയുന്നത് അല്ല ഒരു ആത്യന്തികമായിരിക്കുന്ന ഒന്നല്ല. സൗന്ദര്യം സമം എന്ന് പറയാനായിട്ട് ഇത്രയേ ഉള്ളൂ. സൗന്ദര്യത്തിന് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ആനുപാതികമായി യോജിച്ചിരുന്നാൽ ആള് ഭൗതിക ശാരീരിക സൗന്ദര്യമുണ്ട്. വ്യക്തിത്വത്തിന്റെ എല്ലാ ഭാഗങ്ങളും ആനുപാതികമായി യോജിച്ചിരുന്നാൽ ആള് വ്യക്തിത്വപരമായി സൗന്ദര്യമുള്ളവരാണ്. അതാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. നീളത്തിന് തക്ക വണ്ണവും, ശരീരത്തിന് തക്ക തലയും, തലയ്ക്ക് തക്ക ചെവിയും, ചെവിക്ക് തക്ക കണ്ണും മൂക്കും എല്ലാം ഉണ്ടെങ്കിൽ ആണ് സൗന്ദര്യമുള്ള ഒരാളാണ്. വലിയൊരു മനുഷ്യൻ ഇത്രയുള്ള തല കൊടുത്ത സൗന്ദര്യമുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഇച്ചിരിയേ ഉള്ള ഒരാൾക്ക് കോല് പോലെ ഇരിക്കുന്ന ഒരാൾക്ക് വലിയ തല പരി വെച്ചാൽ സൗന്ദര്യമില്ല. ആനുപാതികമായിരിക്കണം എവരിതിങ്. അതുപോലെ ബുദ്ധിയും വികാരവും ഇച്ഛാശക്തിയും ആനുപാതികമായിരിക്കണം. അല്ലെങ്കിൽ അവൻ റാഷണലിസ്റ്റ് ആയിരിക്കും, അവൻ ബുദ്ധിജീവിയാന്ന് പറയും. പുള്ളിയില്ല ബുദ്ധിജീവികളെ. അല്ലെങ്കിൽ അവൻ വികാരജീവിയാന്ന് പറയും. തൊട്ടതെല്ലാം ചിരിക്കുകയും പൊട്ടിച്ചെറുക്കുകയും കോപിക്കുകയും ഒക്കെ ചെയ്യും. അല്ലെങ്കിൽ ദുർവാശിക്കാരാന്ന് പറയും, വാശി പിടിച്ചിരിക്കും. അങ്ങനെയല്ല. ബുദ്ധി കൊണ്ട് കണ്ട്, വികാരം കൊണ്ട് ഇഷ്ടപ്പെട്ട്, ഇച്ഛാശക്തി കൊണ്ട് തീരുമാനമെടുക്കുന്ന ആളുകൾ. അതാണ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ. എനിക്കത് കാര്യം ഞാൻ ചെയ്യുമെന്ന് പറയുമ്പോൾ അത് ബുദ്ധി കൊണ്ട് ചിന്തിച്ചു, നല്ലതാണോ ശരിയാണോ എന്നൊക്കെ ചിന്തിച്ചു. വൈകാരികമായി അത് എനിക്ക് ഇഷ്ടമാണോ, അത് മനുഷ്യർക്ക് പ്രയോജനം ചെയ്യുന്നതാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ വൈകാരികമായി ചിന്തിച്ച് ശരി അങ്ങനെയെങ്കിൽ ദൈവനാമത്തിന് മഹത്വമാണെങ്കിൽ ഞാനത് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നു. അതാണ് നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിത്വം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളുള്ളവരെയാണ് നമുക്ക് വേണ്ടത് സമൂഹത്തിൽ. ദൈവത്തിനും അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളുള്ളവരെയാണ് വേണ്ടത്. ഇതല്ല കുറച്ച് ദുർവാശിക്കാരും കുറച്ച് ദുർബുദ്ധികളുമായ ആളുകൾ, പറഞ്ഞ ദുർബുദ്ധികളും ദുർവാശിക്കാരും വികാരജീവികളും ഒക്കെയുള്ള ആളുകള്, തന്നിഷ്ടക്കാരും ഒക്കെ ആളുകള്. അങ്ങനെയുള്ള ആളുകളെ സൃഷ്ടിക്കുന്ന ഒരു ലോകത്ത് നാം ജീവിക്കാൻ പാടില്ല. അങ്ങനെ അവരെ സൃഷ്ടിക്കരുത്, അങ്ങനെ അവരെ വളർത്തരുത്. ഇത് ഒരു ജനറൽ ഔട്ട്ലൈനെ ഞാൻ പറഞ്ഞു, ഒരു ഇൻട്രൊഡക്ഷൻ, മുഖവുരേ പറഞ്ഞുള്ളൂ. ഇനിയും ഇതിനൊക്കെ എന്താ പരിഹാരം, എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ ദൈവം അനുവദിച്ച് അടുത്ത ആഴ്ച നിങ്ങളോട് പറയാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.